السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ മാഇദ 3. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق. اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب. صدق الله مولانا العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇഅ്തികാഫിന് നിയ്യത്തോടുകൂടെ പടച്ചവന്റെ റബ്ബിന്റെ പള്ളിയിൽ നമ്മളെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഇൽമുമായി ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഖൈറും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കാനും ഹിദായത്തിലായിട്ട് മരിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മാഇദ സൂറത്തിലെ 3-4 ആയത്തുകൾ അത്യാവശ്യം വലിയ ആയത്തുകളായതുകൊണ്ട് 2 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. നമ്മൾ ഓതിവെച്ച 3-ാമത്തെ ആയത്തിലെ അവസാന ഭാഗം അൽ-യൗമ അക്മൽതു ലക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വേദക്കാർ പറഞ്ഞു, ഈ ആയത്ത് ഞങ്ങൾക്കായിരുന്നെങ്കിൽ ഞങ്ങളതിനെ ഒരു പെരുന്നാളാക്കുമായിരുന്നു. ആ ആയത്ത് അവതരിച്ച ദിവസത്തെ ഞങ്ങളൊരു ഈദ് ആഘോഷ ദിനമാക്കുമായിരുന്നു എന്ന്
പറഞ്ഞു എന്നാണ്. അവർ പോലും അത്ര ഗൗരവത്തിൽ കണ്ടൊരായത്താണ് മാഇദ സൂറത്തിലെ 3-ാമത്തെ ആയത്ത്. ആ 3-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حرمت عليكم الميتة والدم ولحم الخنزير. حرمت عليكم നിങ്ങളുടെ മേലിൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അൽ മൈതത്തു ശവം, വദ്ദമു രക്തം, വലഹ്മുൽ ഖിൻസീർ പന്നിയുടെ മാംസവും. ചത്തതും രക്തവും പന്നി മാംസവും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ നാളെ പറഞ്ഞു 10-18 പ്രധാനപ്പെട്ട വിധികൾ വരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മാഇദ. അങ്ങനെ ഖുർആനിൽ വേറെ എവിടെയും നമ്മളെല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്ര എണ്ണം ഒരേ സൂറത്തിൽ പറഞ്ഞത് ഈ സൂറത്തിൽ മാത്രമാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ ഫുഡിന്റെ കാര്യം. അള്ളാഹു പറയാണ് ശവം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നമുക്കറിയാം അത് സയൻസും സമ്മതിക്കുന്നൊരു കാര്യം. നമുക്ക് സയൻസിന്റെ കയ്യൊപ്പിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എന്നാലും ഈ ആഹാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം എന്നുള്ളത്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഗർഭസ്ഥ ശിശുക്കളുടെ മരണം അതിന്റെ നിരക്ക് കൂടാനുള്ളൊരു കാരണം ഗർഭിണികൾക്ക് നല്ല ആഹാരം കിട്ടാത്തതാണ്. മാത്രമല്ല ജനിക്കുന്ന കുട്ടികൾ ബാക്കിയായാൽ പോലും അവർക്ക് നിരന്തരം വലിയ വലിയ രോഗങ്ങൾ, ആഹാരത്തിന്റെ പോഷകാഹാരങ്ങളുടെ കുറവാണ്. അത് പട്ടിണിയുള്ളയിടത്തൊക്കെ അത് അനുഭവിക്കും. ഭക്ഷണം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പോ ഒരു ജയിലിൽ ചാടിയ ആള് അതിന് കാരണം പറയുന്നത് ഉപ്പ് കൊണ്ട് ഇരുമ്പിൽ ഇട്ടിട്ട് അത് പെട്ടെന്ന് മുറിക്കാൻ കഴിഞ്ഞു എന്നാണ്. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ കൂട്ടത്തിൽ നല്ല ഉറപ്പുള്ളൊരു സാധനമാണ് ഇരുമ്പ്. പക്ഷെ ഉപ്പാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ടത്. അവിടെ അങ്ങനെ ഉണ്ടായോ ഇല്ല എന്നുള്ളതല്ല, സാധാരണ അങ്ങനെ അല്ലേ സംഭവിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇരുമ്പിനെ പോലെ ഉറപ്പുള്ള ഒന്നല്ല നമ്മളെ വയറ്റിന്റെ അകത്തുള്ളത്. ഉപ്പ് എന്നല്ല, ഏതാണെങ്കിലും പറ്റാത്തത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളല്ലെങ്കിലും ഉണ്ടാവും. നമ്മൾ മെഷീനുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ പഴക്കം ചെല്ലുമ്പോഴുള്ള പ്രശ്നങ്ങളെ പോലെ നമ്മളെ ശരീരത്തിനുണ്ടാവും. എല്ലാ സമയത്തും ഒരുപോലെ ആവില്ല, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. എന്തായിരുന്നാലും ആഹാരം ഒരു വളരെ പ്രധാന ഘടകമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചത്തത് യഥാർത്ഥത്തിൽ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ അറവ് നടക്കലോടുകൂടെ അതിൻ്റെ രക്തം ശരിക്കും ഒഴിഞ്ഞു പോകണം. ഇസ്ലാമിക ദൃഷ്ടിയ അങ്ങനെയുള്ളോ, രക്തം മുഴുവനും പെട്ടെന്ന് വാർന്നു പോകണം. അതിനാണ് അറവ് ശരിയാക്കണം എന്ന് നമ്മൾ പറയാൻ കാരണം. ബോറിംഗ് മെത്തേഡ് ഉണ്ട്, ഒരു തുള്ളി ചോര പോകാതെ ജീവിയെ കൊല്ലുന്ന ഒരു സിസ്റ്റം. അതിപ്പോൾ വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത് അത് അപകടമാണ്. കാരണം ആ മാംസം രോഗത്തിന് കാരണമാവുന്ന രക്തം അതിൽ കെട്ടി നിൽക്കുന്നതുകൊണ്ട്, കട്ടയാകുന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു താല ശവം നിങ്ങൾക്ക് നിഷിദ്ധാണെന്ന് പറഞ്ഞാല് അത് നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു പറയുന്നത്. പഠിച്ചവൻ അങ്ങനെയൊക്കെയാണ് ഇത് സംവിധാനിച്ചത്. അപ്പൊ നിയമം വെക്കുകയാണ്. അപ്പൊ അതിലാർക്കും തർക്കം ഉണ്ടാവില്ല. ഇവര് ഒരു യുക്തിയില്ലാത്ത കാര്യമാണ് ഈ പറയുന്നതെന്ന് അതിനെപ്പറ്റി പറയാൻ സാധ്യതയില്ല. ബുദ്ധിയുള്ളവരാരും പറയില്ല. ആ ക്ഷമ നമുക്ക് നിഷിദ്ധാണ്. പിന്നെ രണ്ടാമത് പറയുന്ന രക്താണ്. അന്നാമ സൂറത്തിൽ ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രക്തത്തെ പറ്റി. രക്തം നമുക്ക് അത്രക്കും ഒരു അവിഭാജ്യ ഘടകമാണ് രക്തം. എന്നാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കയ്യിനോ ഒരു വട്ടൊക്കെ കൊണ്ട് ചോര നന്നായിട്ട് പോകുമ്പോൾ വെറുതെ എന്തിനാ കളയേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വായക്കകത്താക്കാൻ പറ്റുമോ? ഇല്ല. അത് നജസായ സാധനമാണ് നമ്മളകത്തുള്ള. ഇത് പറഞ്ഞപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, അപ്പോൾ ഉസ്താദ് ഈ ചോര നജസാണെങ്കിൽ അതല്ല ഇപ്പോൾ നമ്മൾ മേത്ത് കൂടി ഓടേണ്ടത് അല്ല. ഞാൻ മൂപ്പരോട് ചോദിച്ചു, മലൻ നജസാണെന്നുള്ള വിഷയത്തിൽ തർക്കണ്ടോ ചോദിച്ചു. ഇല്ല, അത് ചോന്നല്ലേ നമ്മൾ നടക്കണ്ടേ. എന്താ എനിക്കൊരു ഇടങ്ങേറ്. അല്ലാതെ മുട്ടനുണ്ട് പറഞ്ഞാൽ ഈ സാധനം ഉള്ളിലുണ്ടായിട്ടല്ലോ ഈ മുട്ടുണ്ട്.
ആലോചിച്ച് അപ്പൊ അതിലർത്ഥമല്ല, അങ്ങനെ പറയുന്നില്ല. ഏതുപോലെ വെച്ചാൽ അള്ളാഹു താലാന്റെ സൃഷ്ടിപ്പ് എല്ലാ നിലക്കും പൂർണ്ണമാണെങ്കിൽ പിന്നെന്തിനാ ഞങ്ങൾ ശേലാകർമ്മം ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടതുണ്ട്. പണ്ടുചാരൊക്കെ വലിയ ചോദ്യമാണ്. പിന്നെന്തിനാ നഖം വെട്ടുന്നത്, മുടി മുറിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒക്കെ അള്ളാഹു തല കണക്കാക്കിയതാണ്, അതിൽ പെട്ട തന്നെയാണ്. അപ്പോ അതില് അർത്ഥമല്ല. നമ്മളിപ്പോ പിന്നെ ഏതുപോലെ വെച്ചാല് പിന്നെ നമ്മൾ ഈ മൊബൈലേറ്റും ചിലർ ചോദിക്കും, മൊബൈലേറ്റ് ഉസ്താദ് കക്കൂസ് പോകാൻ പാടുണ്ടോ, അതിൽ ഖുർആൻ മുഴുവനും ഉണ്ടതിൽ. അപ്പൊ അതിപ്പോ നമ്മളെങ്ങനെ കരുതിയാൽ മതി, എങ്ങനെ എഴുതിയാൽ മതി? നമ്മളെ ഹൃദയത്തിലുണ്ടല്ലോ. നമ്മൾ കുറെ ഫാത്തിഹ സൂറത്തൊക്കെ അടക്കം നമ്മൾ കുറെ യാസീനും തബാറൊക്കെ കാണാതെ പഠിച്ചതൊക്കെ നമ്മളെ മനസ്സിലുണ്ടല്ലോ. ആ മനസ്സും കൊണ്ട് ആ ശരീരം തന്നെയുള്ള കക്കൂസ് പോണ്ട് എന്ന് എഴുതിയാൽ മതി. എന്നാൽ കക്കൂസ് നോക്കണ്ട, കക്കൂസിന് എടുത്ത് നോക്കാനും പാടില്ല, ഖുർആൻ എടുക്കാതേക്ക് വരരുത്, അത്രേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ മുസാഹിബ് എടുക്കും പോലെ. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും രക്തം നോക്കൂ, നമുക്ക് വേണ്ട ഒരു സംഗതിയാണെങ്കിലും അത് അകത്താക്കാൻ പാടില്ല, അത് നിഷിദ്ധാണ്. ഇന്നിപ്പോ ഈ പറഞ്ഞതുപോലെ അതിനെപ്പറ്റി കുറെ പഠനങ്ങൾ നടന്നു. അതുകൊണ്ടാണ് രക്തം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ നോക്കുക, ഇപ്പൊ നമ്മളിപ്പോ ഒരു രക്തം പരിശോധിക്കാൻ, ബ്ലഡ് പരിശോധിക്കാൻ നമ്മളിങ്ങനെ ബ്ലഡ് പരിശോധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോഴാണ് മാങ്ങ ചെത്തിയപ്പോൾ കയ്യുമ തട്ടിയത്. അപ്പൊ എന്ത് ചെയ്തു, ഏതായാലും ഇപ്പൊ ഇനിയിപ്പോ അവിടുന്ന് ആ സൂചി കുത്തണ്ടല്ലോ, ഇവൻ എന്ത് ചെയ്തു, ചെറിയൊരു കവർക്ക് ചോരാക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അത് ലാബ് കൊടുത്തു. ഞാൻ ഇപ്പൊ വരാം, മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി വരുമ്പോത്തിന് നന്നായി ഒന്ന് നോക്കിയറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അത് പുറത്തെടുത്ത പെട്ടെന്നാണ് ഉപാധ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് അത്രയും ഇപ്പോൾ രക്തബാങ്കിലൊക്കെ അത് സൂക്ഷിക്കാൻ അത്രയും സെറ്റപ്പോട് കൂടെയാണ്. അതീവ ജാഗ്രത അല്ലെങ്കിൽ അതുകൊണ്ട് പണിയാവും. വെറുതല്ല അള്ളാഹു താല ഈ കാര്യം പറയുന്നത്. അപ്പൊ നോക്കൂ, രക്തം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ പറയുന്നത് വലഹ്മുൽ ഖിൻസീർ, പന്നിയുടെ മാംസമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അന്നാമിൽ പന്നിയുടെ മാംസം നമുക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കഴിക്കുന്നവരുണ്ടാവും. അതിപ്പോൾ ഇത് മാത്രമല്ല, കള്ളി നമ്മൾ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ബാറുകളും മദ്യഷാപ്പുകളൊക്കെ നമ്മൾ യഥേഷ്ടം റോഡ് സൈഡിലൊക്കെ കാണുന്നുണ്ട്. നേരിപ്പോൾ നമുക്ക് അവിടെ പോയി കച്ചറ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാന്നുള്ളൂ. എന്നതുപോലെ തന്നെ പന്നിയുടെ മാംസം തിന്നുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ കയറി ബീഫ് ഓർഡർ ചെയ്യുന്ന അതേപോലെ പോർക്ക് ഓർഡർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അത് അവിടെ ഒരു വിഷയമല്ല. ഇവിടെ തന്നെ പോയാൽ അത് ഒരു വിഷയമല്ല. അത് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഓർഡർ ചെയ്യുന്നത് പോലെ, മട്ടനൊക്കെ ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ പന്നിൻ്റെ ഇറച്ചി. പക്ഷെ അത് കുറച്ച് നല്ല കൂടുതൽ വേവിക്കണം എന്ന് മാത്രം. അത് അവരെന്നെ സമ്മതിക്കും. കാരണം എൻ്റെ ഈ മാംസത്തിലുള്ള അണുക്കൾ അത് നശിക്കണമെങ്കിൽ സാധാരണ ഒട്ടകോ അതല്ലെങ്കിൽ ആടോ കോഴിയോ ഇതൊന്നും അതിൻ്റെ വേവ് പോരാതിനുള്ളതാണ്. അതെല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യം. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെന്താ അങ്ങനെ തന്നെ ചോദിക്കാൻ അവിടെ സ്ഥാനമല്ല. അള്ളാഹ് നിയമം വെക്കുകയാണ്. അതിൽ ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടാവും. നമ്മളെ ഭാര്യ എന്താ വെച്ചാൽ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കരുത്. റബ്ബിന്റെ തീരുമാനമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളിപ്പോ പിന്നെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ ഇടത് ഭാഗത്ത് കൂടി കയറരുത് തന്നെ. എന്താ കയറിയല്ലേ വെച്ചാൽ അതുകൊണ്ട് പല ബുദ്ധിമുട്ടുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. ഓരോ നിയമങ്ങളാണല്ലോ. നമ്മൾ ഇടത് ഭാഗത്ത് ഓരം ചേർന്നാണ് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നേരെ ഓപ്പോസിറ്റിലാണ് പോവുക. കാരണം നമ്മളിവിടുത്തെ നിയമം അങ്ങനെയാണ്. അതെന്താ തിരിച്ചാക്കി കൂടെ പറഞ്ഞാൽ അതിലൊന്നും അർത്ഥമില്ല. ആ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാ, പാലിച്ചു പോവുക. എന്നതുപോലെ അള്ളാഹു കുറെ നിയമങ്ങൾ വെച്ചുണ്ടായിപ്പെട്ടാണ്. അപ്പൊ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. പന്നിയുടെ മാംസം നമുക്ക് പറ്റില്ല. പിന്നെ പറയുന്നത് അള്ളാഹുവിന്റെ നാമമല്ലാത്ത മറ്റു നാമങ്ങൾ പറഞ്ഞറുക്കപ്പെട്ടത് അതും നമുക്ക് പറ്റുക, അതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാന്റെ പേര് കൊണ്ടല്ലാതെ മറ്റു പേരുകളെ കൊണ്ട് അറുക്കപ്പെട്ടതും നമുക്ക് പറ്റൂല. അപ്പോ അത് അറബികൾക്ക്, ഈ മുശ്രിക്കീങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ബിസ്മില്ലാത്ത വല്ലുസ്സ, ലാത്തയുടെയും ഉസ്സയുടെയും പേര് കൊണ്ട് ഞാൻ ഇതാ തുടങ്ങുന്നു. അറിവ് തുടങ്ങുമ്പോൾ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അവര് ബിസ്മില്ലാത്ത വല്ലുസ്സാർ, ലാത്തന്റെയും ഉസ്സന്റെയും മനാത്തന്റെയും അങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട ഒരുപാട് ദൈവങ്ങൾ, വദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസ്ർ, ഇതൊക്കെ ഓരോരോ ആദ്യകാലത്തുള്ള ഓരോ ദൈവങ്ങളാണ്. പല പേരുകളിലുണ്ട്. അപ്പൊ ആ ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അവരർത്തിരുന്നത്. നമുക്ക് പറ്റില്ല.
അടുത്തത് തിന്നാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവരോട് വേറെ ഇതുണ്ടായിട്ടല്ല, ഇപ്പം നമ്മളോട് അവരോട് സംസാരിക്കും, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ അങ്ങനെ അർത്ഥത് നമുക്ക് പറ്റൂല. അറിവിന്റെ ഇസ്ലാമികമായിട്ട് തന്നെ നിബന്ധനയാണ് മുസ്ലിം ആകണം. ബിസ്മില്ല സുന്നത്തുള്ളൂ. ബിസ്മില്ല എന്നുള്ള എന്തേ ഉള്ളൂ, സുന്നത്തേ ഉള്ളൂ. മുസ്ലിം അറക്കണമെന്നാണ്. എന്നാൽ അതേ സമയത്ത് അള്ളാഹു അല്ലാത്ത ഒന്നിന്റെ പേര് കൊണ്ട് അർത്ഥം നമുക്ക് പറ്റില്ല. അതാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ അവിടെ വന്നെന്താ വെച്ചാല്, ചിലര് അതിനെന്തർത്ഥം വെച്ചു, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ടത്. അവിടെ ചെറിയൊരു മായം അവിടെ ഉണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ തിരുത്തപ്പെട്ടു. എന്നാലും കുറെ ആൾക്കാർ അത് ശരിയാ ധരിച്ചു. അപ്പൊ നമ്മൾ ഈ നേർച്ചക്ക് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ അർത്ഥത്, ബദരീങ്ങളുടെ പേരിൽ അർത്ഥത്, അതൊന്നും തിന്നാതെ മരിച്ചുപോയ കുറെ ആൾക്കാരുണ്ട്. നേർച്ചന്റെ ഇറച്ചി വാങ്ങൂല. അത് ഖുർആൻ പറഞ്ഞല്ലേ, വമാ ഉഹില്ല ലിഗൈരില്ലാഹ്. ഭയങ്കര പാളിച്ചാറ്റിയാണ്. അവിടെ അതല്ലല്ലോ പറയേണ്ടത്. അവിടെ അതല്ലല്ലോ പറയേണ്ടത്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ട് പറഞ്ഞാല് അല്ലാത്ത വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഓല അർത്ഥീനുമാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുണ്ട്. ലാത്തന്റെ ഉസ്സന്റെ മനാത്തിന്റെ ഒക്കെ. അതിനിപ്പോ ലാത്തി ഉസ്സി മനാത്തിന്ന് മാത്രല്ല, വേറെ ഒന്നും അല്ലല്ലാത്ത ഒരു പേരുകൊണ്ട് പറഞ്ഞ് അറക്കാൻ പാടില്ല. അതാണാ പറയുന്നത്. ഇവിടെ പേരിൽ അറക്കപ്പെടാൻ ഒരു തെറ്റിദ്ധാരണ ഒന്നാണ്. നമ്മളിപ്പോ നോക്കി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഹക്കീക്കത്തിന്റെ പറ്റൂലല്ലോ. പിന്നെ ഇതേതാ ഇറച്ചി, ഇതേ കുഞ്ഞുമോളെ ചെറിയന്റെ പേരിൽ അർത്ഥാണ്. കുഞ്ഞുമോളെ ചെറിയന്റെ പേരില്, ചെറിയ കുട്ടിന്റെ പേരില്, അതും ആ പേര് തന്നെയാണ്. ആ പേര് തന്നെയാണ്. പക്ഷെ അത് വ്യത്യാസം ഉണ്ടേ. പിന്നെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ അറക്കപ്പെട്ട പറ്റില്ല പറയുമ്പോ എപ്പോഴത് പറ്റാക്കി അറിയോ, ഒരാള് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം ഓവറായി കണ്ട അർത്ഥപ്പം എങ്ങനെ പറഞ്ഞു, ബിസ്മി ശൈഖി മുഹ്യിദ്ദീൻ എന്നാണ് അർത്ഥപ്പം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് പകരം അപ്പൊ പറ്റൂല. കാരണം മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേര് പറഞ്ഞാണ് അർത്ഥം. അതാണ് പറ്റാത്തത്. നമ്മൾ സാധാരണ പേരിൽ അറക്കുക പറഞ്ഞാല് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ കല്യാണമൊക്കെ അങ്ങനെ തന്നെയാണ്. ഓന്റെ പേരിൽ അർത്ഥെടുക്കാൻ കരുതീനു എന്ന് പറഞ്ഞാല് കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടോ മറ്റോ അർത്ഥെടുക്കാൻ കരുതീനു എന്നാണ് അത്. അല്ല എന്തല്ല, അത് കുഞ്ഞുമാന്റെ പേര് പറഞ്ഞാണ്ട് അറക്കുക എന്നുള്ളതല്ലോ. അതാണ് അതൊരു വലിയൊരു തെറ്റിദ്ധാരണ വന്നതാണ്. അങ്ങനെ ചില ഈ ധാരണ പ്രശ്നങ്ങൾ, ഈ മരിച്ചത് കേൾക്കുന്നതിനെ പറ്റി പറഞ്ഞ മാതിരിക്കാണ്. മരിച്ച കേൾക്കൂല അറിയില്ല, എന്നാലേ നമ്മൾ പറഞ്ഞില്ലേ. അവിടെ ഹൃദയം മരിച്ചവരെ പറ്റിയാണ് പറയുന്നത്. അവിടെ എന്നാ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മരിച്ചവരോട് നമ്മൾ പറഞ്ഞാല് ഒരു പ്രതികരിക്കൂല, ഒരിക്കൊരു ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് തെറ്റ് തിരുത്താനോ പ്രതികരിക്കാനോ കഴിയൂല. എന്നതുപോലെയാണ് ഈ ഒരു ഹൃദയം മരിച്ചവര് ഓല കൊണ്ട് തിരുത്തൂല, നന്നാവൂല എന്നാണ്. എന്നതുപോലെയാണ് ഇവിടെ ആ പ്രയോഗം. അതിന് നമ്മൾ തെറ്റായിട്ട് ധരിക്കരുത് എന്ന് മാത്രം. കാരണം ഖദീജ റളിയല്ലാഹുവിന്റെ പേരിൽ നബി തങ്ങൾ അർത്ഥിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഖദീജാവിന്റെ പേര് പറഞ്ഞാണ്ട് അർത്ഥമൊന്നല്ല, ഖദീജ ബീവിയെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാന്റെ പേര് പറഞ്ഞുകൊണ്ട് അർക്കാണ്. അത് ഖദീജ ബീവിക്ക് കൂലിയിട്ടാൻ വേണ്ടിയിട്ട് ആടിനർത്ഥം കൊടുത്ത് വഫാത്തിന്റെ ശേഷം നമ്മൾ കാണ്ടിട്ടുണ്ടല്ലോ കൊടുക്കുന്നത്. എന്നതുപോലെ ഇപ്പം നമ്മളെ പല ഖുർആൻ ക്ലാസ്സിനും ഉണ്ട് ഒരു പരിപാടി. എന്താ വെച്ചാൽ പിന്നെ ഈ നമ്മൾ ഈ മാസത്തിൽ അൽഹംദുലില്ലാഹ് നമ്മളെ ക്ലാസ്സിലാണ് നമ്മൾ ആ സിസ്റ്റം ആദ്യം തുടങ്ങിയത്. ഏത് നമ്മൾ ഈ മാസത്തിലൊരിക്കൽ ദ്വാരക്കുന്ന ഈ സിസ്റ്റം ഇപ്പോൾ നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ആളുകൾക്ക് ഭയങ്കര താല്പര്യം. ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളിൽ ആ സിസ്റ്റം തുടങ്ങി. പഞ്ചിങ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ മാത്രമുള്ളൂ. ബാക്കിയുള്ള ഈ സിസ്റ്റങ്ങളെ നമ്മൾ ഇതിനെ മാതൃക ആക്കിയിട്ട് പല ക്ലാസ്സുകളിലും പറയുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ആവേശം. അപ്പോൾ ചിലയിടത്തൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോരുത്തർ ചിലപ്പോൾ ഓലും മറക്കും, എൻ്റെ അമ്മ മരിച്ച മാസമുള്ളപ്പോൾ അപ്പോൾ സംഘാടകരൊന്ന് വിളിച്ച് പറയും, ഓല് നമുക്ക് എഴുതി തന്നെ തന്നെ കാരണം. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണം ബർക്കത്തിന് വേണ്ടിയിട്ട്. കയ്യിൽ നമുക്ക് സാധനം ഉണ്ടെങ്കിൽ രസമുള്ളപ്പോഴൊക്കെ, കാരണം എന്താ വെച്ചാൽ ഭയങ്കര കൂലിയിട്ടേണ്ട കാര്യമാണ്, വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അപ്പൊ അവിടേക്ക് പേരിൽ ഇറക്കുന്ന അവർക്ക് ദ്വാരക്കാൻ വേണ്ടിയെന്നാണ് അതിന്റെ ഉദ്ദേശം. ഇവിടെ പറഞ്ഞ അങ്ങനല്ല. ഇവിടെ തനി മക്ക മുശ്രിക്കുകൾ എന്ത് ചെയ്തു, അവര് വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അർത്തു. അത് നമുക്ക് പറ്റൂല. അതാണ് ആ ഉദ്ദേശം. പിന്നെ അല്ലാഹു പറയുന്നത് വൽ മുൻഖനിഖ, ശ്വാസം മുട്ടി ചത്തുപോയത് അതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു.
ഈ സാധാരണ നമ്മൾ ചത്തത് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ നിലക്കൊക്കെ ഉണ്ടല്ലോ, പ്രായം കുറെ ആയിക്കാണ്ട് ചത്തത് അങ്ങനെയൊക്കെ കരുതും നമ്മൾ. അത് മാത്രമല്ല, നല്ല ആരോഗ്യമുള്ള ഒരു പോത്താണ്, ആടാണ്, ഒട്ടകാണ്. പക്ഷെ അത് എന്തോ കാരണത്താൽ ശ്വാസം മുട്ടി കണ്ട് എന്ത് ചെയ്തു, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കുമല്ലോ, ഇവിടെയൊക്കെ കുടുങ്ങിയിട്ടോ മറ്റോ, അങ്ങനെ ചത്തുപോയത് അതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വൽ മൗഖൂദത്തു, അതുപോലെ തന്നെ തല്ലിക്കൊന്നതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നല്ല ആരോഗ്യമുള്ളൊരു ജീവിയെ അടിച്ചണ കൊന്നു. അതിനിപ്പോ അസുഖ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ കളയണം സാധനം. അതിപ്പോ ഈ പറയപ്പെട്ടവരെ ചത്തുപോയതൊന്നല്ലല്ലോ, രോഗം വന്നോ പ്രായമായിട്ടോ അങ്ങനെ ചത്തതല്ല, രോഗം വന്നിട്ട് ചത്തതല്ല, അത് അടിച്ചണ കൊന്നാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യൂല, അതിനെ ശരിയായ അറിവ് നടക്കാത്തതുകൊണ്ട് അത് നമുക്ക് പറ്റൂല. അതാണ് മൗഖൂദത്ത്. വൽ മുതറദ്ദിയത്തു, അതുപോലെ വീഴ്ച മൂലം ചത്തുപോയത് അതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് മുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഉണ്ടൊരു വീഴ്ച, അങ്ങനെ എന്ത് ചെയ്തു, ഒരു തട്ടായിട്ട് നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതിന്റെ മുകളിൽ നിന്ന് അടിയിക്ക് വീണതാണ്. അങ്ങനെ വീണ് ജീവൻ നഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വന്നതീഹത്തു, മറ്റു മൃഗങ്ങളാൽ കൊല്ലപ്പെട്ടത്. അവ എന്ത് ചെയ്തു, ഒരാടിനെ പിന്നെ വേറെ ജീവികൾ, പോത്തോ കാളെ എന്ത് ചെയ്തു, കുത്തിയിട്ട് എന്ത് ചെയ്തു, അത് ചത്തുപോയി, ആട് ചത്തുപോയി. ഒരു വണ്ടി അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ആരട്ടെ, ഏതാണ് 65 35 30 നമ്മുടെ കൂട്ടത്തിൽ ആരെയുണ്ടെങ്കിൽ മാറ്റിട്ട് കൊടുക്കാൻ. 65 35 30 ഒരു സ്വിഫ്റ്റ് കാറാണ്. നമ്മളത് ആരുതിലാണാവല്ലേ, നമ്മളെ ക്ലാസ്സിന് വന്നവരത് അരുത് ആണോ? 35 ചിലപ്പോൾ നമുക്ക് ഈ മൊബൈൽ നമ്പർ നമ്മളത് നമുക്ക് ചിലപ്പോൾ കിട്ടൂല. നമ്മളെ വണ്ടി ചിലപ്പോൾ പെട്ടെന്നൊക്കെ എടുത്തോണ്ടിരും. ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മളെ വണ്ടി ചിലപ്പോൾ അറിയാത്ത അവസ്ഥ വരും. ആവട്ടെ. അപ്പൊ നോക്കൂ, നതീഹത്ത് നതീഹത്ത് എന്ന് പറഞ്ഞാല് മറ്റു മൃഗങ്ങളാൽ എന്ത് ചെയ്യാ, കൊല്ലപ്പെടാം. അങ്ങനെ ഉണ്ടാവും. മൃഗങ്ങൾ തമ്മിൽ ആക്രമണം നടന്നിട്ട് കുത്തേറ്റിട്ട് മറ്റു മൃഗങ്ങളുടെ കുത്തേറ്റ് ഒക്കെ പ്രത്യേകം പറയാൻ കാരണം ചിലപ്പോൾ നമ്മളിങ്ങനെ ഗവേഷണം ചെയ്താൽ അത് കുഴപ്പമില്ല എന്ന് വരും. അതുകൊണ്ടാണ് പിന്നീട് അല്ലാഹു തആല പറയുന്നത് വമാ അകല സബ്ഉ. നോക്കൂ, വന്യമൃഗങ്ങൾ ഭക്ഷിച്ചതും പിന്നെ പറ്റൂല. അതായത് വന്യമൃഗങ്ങൾ പിടികൂടി ഭക്ഷിച്ചു, അങ്ങനത്തെ ഒന്നിനും നമുക്ക് എന്ത് ചെയ്യൂല, അതിന്റെ ബാക്കി കഴിക്കുക എന്നുള്ളത് നമുക്ക് പറ്റൂല. ഇല്ലാമാ സക്കൈതും, നിങ്ങൾ അതിനെ അറുത്താലൊഴികെ. അതായത് ഇപ്പൊ ഈ പറയപ്പെട്ട ജീവികളുണ്ടല്ലോ, പിന്നെ ഇത് ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അർത്ഥതൊഴി, അതായത് ഇപ്പോ മോളിന്ന് അടിയിക്ക് വീണു, പരിക്ക് പറ്റി, ജീവൻ പോയിട്ടില്ല. ശരിയായ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ശരിയായ ജീവൻ വേണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സാധാരണ അറക്കുന്നത് പോലെ അറത്താൽ മതി. അപ്പൊ പരിക്കൊണ്ട് നമുക്ക് പറ്റാത്തതില്ല, അങ്ങനെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടാലാണ് പ്രശ്നം. നിങ്ങളതിനെ അറുത്താലൊഴികെ. പിന്നീട് പറയാണ് വമാ ദുബിഹ അലൻ നുസുബ്, ബിംബങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടതും. ഈ നുസുബ് എന്ന് പറഞ്ഞാല് അസ്നാമ് എന്നാണ്. നുസുബ് എന്ന് പറഞ്ഞാല് അസ്നാമ്, വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. ആദ്യം പറഞ്ഞെന്താണ്, വമാ ഉഹില്ല ലി ഗൈരില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കുക, ബിസ്മില്ലാത്ത. പിന്നെ പറയുന്ന എന്താ വെച്ചാല് വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ അതെന്ത് ചെയ്യണം, പിന്നെ ഇത് ലാത്തക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ഉസ്സക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ പറഞ്ഞുകാണ്ട് ഒരു മാറ്റിവെക്കലുണ്ട്. നിങ്ങളെ ഇന്ന് തിന്നാൻ പോണ്ട. അതൊക്കെ ബഹുദൈവ ആരാധകരുടെ ഓരോ ചുറ്റുപാടായിരുന്നു. അതോടുകൂടെ തസ്തഖ്സിമൂ ബിൽ അസ്ലാം, അമ്പുകൾ കൊണ്ട് ഭാഗ്യം നോക്കി, പ്രശ്നക്കോലുകൾ കൊണ്ട് ഭാഗ്യം നോക്കി വെച്ചതും അങ്ങനത്തതും എന്തു വേണ്ട, നിങ്ങൾക്ക് വേണ്ട. ഈ പ്രശ്നക്കോല് കൊണ്ട് ഭാഗ്യം നോക്കുക എന്ന് പറഞ്ഞാല്
അതെന്താ വെച്ചാല് അത് ഈ മക്ക മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമായിരുന്നു. അത് കള്ളിനെ പറ്റി പറഞ്ഞെടുത്ത് പറയണ്ടല്ലോ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം, അങ്ങനെ പറഞ്ഞത്. മദ്യം എന്ന് പറയുന്നത്, ചൂതാട്ടം എന്ന് പറയുന്നത് അത് പൈശാചികനായി. പിന്നെ ഏതും കൂടി എന്നോട് കൂട്ടി പറഞ്ഞു, വല്ലൻ സ്വാബു, അതന്നു സുബു ഇവിടെ പറഞ്ഞില്ല തന്നെ, വല്ലൻ സ്വാബു വിഗ്രഹങ്ങളും, വല്ലസ്ലാം പ്രശ്നക്കോലുകൾ വെച്ച് ആദ്യം നോക്കലും, അത് പൈശാചികമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതായത് മക്ക മുശ്രിക്കുകളുടെ അവർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് പിന്നെ ഓല് 3 കോലുകള്, മരത്തിന്റെ 3 കോലുകള് ഓലുണ്ടാക്കി വെക്കും. എന്നിട്ട് അതില് ഒന്നില് ഓല എഴുതിയേക്കും. ഓൽക്ക് അള്ളാഹുവിൽ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഓല എഴുതിയേക്കും എന്ത്, റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു ഭാഗ്യത്തിലേക്ക് അറിയിക്കാൻ ഒരു കോലുമ്മ, റബ്ബ് നിരോധിച്ചിരിക്കുന്നു വേറൊരു കോലുമ്മ, ഒന്നും എഴുതൂല. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്ന നിങ്ങള്, ഒരു യാത്ര പോകാൻ ഉദ്ദേശിച്ചാല് ഓലെന്ത് ചെയ്യും, എന്തൊരു കാര്യം ഉദ്ദേശിച്ചാലും അത് വേണോ വേണ്ടേ ഈ പ്രശ്നക്കോല് വെച്ച് ഭാഗ്യം നോക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ അതൊരു പിന്നെ സഞ്ചിയിലിടും. ഞാൻ ആ സഞ്ചിയിലിട്ടിട്ട് നല്ലോണം കുലുക്കിയിട്ട് അതിക്ക് നോക്കാതെ ആ 3 ഒന്നിനെടുക്കും. അതിൽ റബ്ബ് കൽപ്പിച്ചു എന്ന് കിട്ടിയാൽ അവർക്ക് ഭയങ്കര സന്തോഷകരം. അപ്പൊ കച്ചവടം ഉദ്ദേശിച്ചെങ്കിൽ കച്ചവടം തുടങ്ങും, യാത്ര പോകാൻ ഉദ്ദേശമെങ്കിൽ ആ യാത്ര പോകും. കാരണം ഭാഗ്യത്തിലേക്ക് അറിയിച്ചു എന്നാണ്. അല്ല മറ്റേത് റബ്ബ് വിലക്കിയിരിക്കുന്നു എന്നുള്ള കോലുമ്മലാണ് പിടുത്തം വീണെന്നുണ്ടെങ്കിൽ അത് നടക്കൂല, അത് യാത്ര ക്യാൻസൽ ചെയ്യും, ഒരിക്കലും പോകില്ല. ഒന്നും എഴുതാത്തത് കിട്ടിയാലോ ചെറിയൊരു ഭാഗ്യമാണ്, ഒന്നുകൂടി നോക്കാനുള്ള അവസരം കൂടിയാണ്. അങ്ങനായിരുന്നു, ഇതാണ് ഇപ്പൊ ഇതില് ഇസ്ലാമികമായിട്ട് അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ വെച്ച് അറക്കുന്നവരുണ്ടായിരുന്നു, അതും അങ്ങക്ക് വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതേ സൂറത്തിൽ തന്നെ ഇത് വരുന്നുണ്ട് ഈ ആയത്ത്, അവിടെ നമുക്കത് കൂടുതൽ പറയാം. എന്നിട്ട് അള്ളാഹു പറയാണ്, ദാലികും ഫിസ്ഖ്, ഈ പറയപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ അതെന്താണ്, അത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ് എന്ന് അള്ളാഹു തആല പറയാണ്. അതായത് തെറ്റായ കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പോ ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ ശേഷം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്, അതായത് അൽയൗമ യഇസല്ലദീന കഫറു മിൻ ദീനികും ഫലാ തഖ്ശൗഹും വഖ്ശൗൻ. അതിൽ വലിയൊരു തത്വം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് ഒരു പ്രയോഗത്തിലൂടെ. അൽയൗമ, ഇന്ന്, യഇസല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ നിരാശപ്പെട്ടിരിക്കുന്നു, മിൻ ദീനിക്കും, നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഫലാ തഖ്ശൗഹും, ആ ശത്രുക്കളെ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട. വഖ്ശൗനി, നിങ്ങൾ എന്നെ മാത്രം പേടിച്ചാലും മതി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ടാലും മതി. അൽ യൗമ, ഇന്ന് എന്നാണ്. ഇനി അതിൻ്റെ ശേഷം ഒരു അൽ യൗമ കൂടി വരുന്നുണ്ട്. ഇത് ഏതാ ഉദ്ദേശം എന്ന് വെച്ചാല്, ഇത് ഇറങ്ങുന്നത്, ആ ഭാഗം ഇറങ്ങുന്നത് പിന്നെ അറഫ മൈതാനിയിൽ വെച്ചിട്ടാണ്, അറഫയിൽ വെച്ചിട്ടാണ്. വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയും അറഫയും ഒന്നായിട്ട് വന്നു ഹജ്ജത്തുൽ വദാ. അള്ളാന്റെ തിരുദൂതരുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ, ലാസ്റ്റ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം നബിതങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറം സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആ അവസാനത്തെ ഹജ്ജില് അറഫയിൽ വെച്ച് ആണ് ഇതിറങ്ങുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഇന്ന് സത്യനിഷേധികൾ നിങ്ങളെ മതത്തിന്റെ കാര്യത്തിൽ നിരാശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതായത് ഇത് എന്തായിരുന്നാലും ഇസ്ലാമിനെ ഞങ്ങൾ ഇല്ലാതെയാക്കും, തകർക്കും എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പ്രചണ്ഡമായി അവര് കൊമ്പളക്കി വന്നോല്, കൊമ്പ് കുലുക്കി വന്നു. അതിനുപോലെ എല്ലാ പ്രവർത്തനം ചെയ്തു, വിജയിച്ചില്ല. അങ്ങനെ അവസാനം നോക്കൂ, നബിതങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് അള്ളാഹു പറയാണ്, ഞാൻ അതിന്റെ ശേഷമുള്ള പറയുമ്പോഴാണ് അത് പൂർത്തിയാകുക. സത്യനിഷേധികളൊക്കെ നല്ല നിരാശയിലാണ് ഇപ്പോ. എന്താ നിരാശ? ഇതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലട്ടോ. കാരണം കഴിയുന്നിടത്തോളം ഓല് നോക്കി,
ദേഹോപദ്രവം നടക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് കുത്തുവാക്ക് പറഞ്ഞിട്ട് പരമാവധി നമ്മളെ ആളുകളെ പോലെ ക്ഷീണിപ്പിക്കാൻ നോക്കി. ഒരായത്ത് ഇതിനോട് കൂടെ ചേർത്തി വായിക്കണം. നോക്കൂ, 74-ാമത്തെ പേജിലേക്ക് 74. അതിൽ ഏറ്റവും അടിയിലായത്തോക്ക് 186-ാമത്തെ ആയത്ത്. അന്നോദയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَمِنَ الَّذِينَ أَشْرَكُوا أَذًى كَثِيرًا وَإِنْ تَصْبِرُوا وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ. ഈ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? ലതുബ്ലവുന്ന, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫീ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിലും വ അൻഫുസിക്കും, ദേഹങ്ങളുടെ വിഷയത്തിലും. എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നമ്മളോട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഭയങ്കര നഷ്ടം വരും, മുതൽ നശിക്കുന്ന അവസ്ഥ ഉണ്ടാവും. നിങ്ങളുടെ ശരീരങ്ങളിലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ വീടുകളിൽ ചിലപ്പോൾ അടിക്കടി മരണങ്ങൾ വരും, ആകസ്മികമായ മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളായിരിക്കും പോകുന്നത്. അവളെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി. പ്രായമായിട്ട് പോകുമ്പോൾ പ്രായമായി എന്ന് കരുതാൻ പറ്റും. അതല്ലാതെ ചിലപ്പോൾ ആൾനാശം സംഭവിക്കും. അത് ഞങ്ങൾ പരീക്ഷിക്കും. പിന്നെ പറയും നോക്കി, അതിപ്പോൾ നമ്മളെ ആയത്തിൽ ഇപ്പം നമ്മൾ ഓതി വെച്ച പിന്നെ മായിദയിൽ പറഞ്ഞല്ലോ, നല്ലൊരവസ്ഥയാണ് ഇപ്പം നിങ്ങൾക്ക്. അതിന്റെ മുമ്പത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. അതെന്താ? വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ്, വേദക്കാരായ ആളുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. മിൻ ഖബലിക്കും, നിങ്ങളെ മുമ്പുള്ള വേദക്കാര്. വമിനല്ലദീന അശ്റകൂ, അതുപോലെ ബഹുദൈവ ആരാധകരായ ആളുകളെന്നും നിങ്ങൾ കേൾക്കും. എന്ത്? അദൻ കസീറാ, ധാരാളം കുത്തുവാക്കുകൾ. അവിടെ അതൻ തന്നെ ശരിക്ക് അതാന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ട്, പിന്നെ പല എല്ലാ ശല്യവും അതിൽ പെട്ടു. പക്ഷെ വാക്കുകൊണ്ടുള്ള കുത്തുവാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് കേൾക്കാം. അത് അന്ന് അല്ലാഹു തആല പറഞ്ഞു നമുക്ക് വല്ലാതെ പ്രയാസങ്ങൾ വന്നപ്പോൾ. എന്നിട്ട് പറയാണെന്ത്? വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമ കൈകൊണ്ടാൽ, വതത്തഖൂ, നിങ്ങൾ നല്ലോണം സൂക്ഷിക്കുകയും ചെയ്താൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് നിശ്ചയദാർഢ്യമുള്ള ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. അസ്മ എല്ലാവർക്കും കഴിയൂല, അതിന് നല്ല ഉറപ്പുമാണ് അതിന്. അങ്ങനെയുള്ള 5 പ്രവാചകന്മാർക്കാണ് ഉലുൽ അസ്മ പറഞ്ഞത്. ഭയങ്കര അസാധാരണ നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ടാണ് അവർക്ക് എന്ത് വന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇബ്രാഹിം നബിക്കും മൂസ ഈസ അലൈഹി വസ്സലാം, അതുപോലെ അന്ത്യപ്രവാചകർ, ഈ 5 പേർക്ക് ഉലുൽ അസ്മുകൾ എന്ന് പറയാൻ ഉള്ള കാരണം അതാണ്. അസാധാരണ മനക്കരുത്തുണ്ടായിരുന്നു. ഇത് എല്ലാ കാലത്തും ഉണ്ടാവും. ഇന്നുണ്ടല്ലോ ഇപ്പൊ നമുക്ക് അല്ലെ അങ്ങനെയുള്ള ഈ കുത്തുവാക്കുകൾ. വേദക്കാരും ബഹുദൈവ വിശ്വാസികളും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ അല്ലേ? ജൂതര് മറ്റുള്ളവര് എന്ത് നല്ലോണം കുത്തുവാക്കുകൾ പറയുന്നുണ്ട്. കുത്തുവാക്കുകൾ പിന്നെന്താ അറിയോ? നമ്മളെ ആളുകൾ എല്ലാത്തിനൊന്നും ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഒന്നും പറയാറില്ല. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരൊന്നും ഈ പറയണ്ടീനൊക്കെ പാടെ മറുപടി പറയാൻ നിന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വരുമ്പോൾ അപ്പോൾ പറയാന്നല്ലാതെ ഇത് ഈ കുത്തുവാക്കുകൾ നമുക്ക് ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു തആല അങ്ങനെ ഓരോ അവസരത്തിൽ കാണിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുള്ള ഓരോ കാര്യങ്ങൾ അല്ലേ? ഇപ്പൊ നേരത്തെ നമ്മളെ പറ്റിയൊരു ആരോപണം ഉണ്ടായിരുന്നു, ഇവര് ലഹരി കൊടുത്തിട്ട് ആളുകളെ ഇസ്ലാമിലേക്ക് കൂട്ടുണ്ട്. നമ്മളോ അതായത് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാം. കുറച്ചൊക്കെ ചേലും കോലം വേണമല്ലോ.
ഓന് ആ ആനനെ ഒറ്റടിക്കണ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തള്ളുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ആനനല്ലേ കുയ്യാനനല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ നമുക്ക് ലഹരി അത്രക്കും പ്രശ്നമാണ്. ലഹരി കൊടുത്തിട്ട് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റു മതസ്ഥരായ ചെറുപ്പക്കാർക്ക് ലഹരി കൊടുത്തിട്ട് അവർ നമ്മളതിലേക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ സംവിധാനം ഉണ്ടോ? ഇല്ലല്ലോ. നർക്കോട്ടിക് ജിഹാദ് എന്ന് പേരിട്ട്. പിന്നെ മറ്റേത് സാധാരണ പറയുന്നതാണ് പെൺകുട്ടികളെ പ്രേമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മതം മാറ്റാം. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും നടന്നിട്ട് അതൊന്നും മതം നോക്കിയിട്ടല്ല, കാരണം മതം നോക്കാതെയാണ് നടക്കുന്നത്. മതത്തിന്റെ നിയമങ്ങൾക്ക് പുല്ലുവല കൽപ്പിക്കാത്തവരാണ് അങ്ങനെ വഴിമാറി സഞ്ചരിക്കുന്നത്. ഓൽക്കെന്ത് മതം? ഒരാ വിഷയം അറിഞ്ഞിട്ടല്ല. അത് കണ്ണും കാതും ഇല്ലാത്ത മൂക്കും ഇല്ലാത്തൊരു സംഗതിയാണ് ഈ പ്രേമം കാട് കയറുകയാണുള്ളത്. അതിനൊരു അടിസ്ഥാനമല്ല. അപ്പൊ അങ്ങനെ വെറുതെ വാദിക്കുക, അങ്ങനെ പറഞ്ഞ് വല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്തി. സംഘപരിവാർ അതിനെല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മളെ രാജ്യത്തെ കുറെ ക്രൈസ്തവ പാതിരിമാരൊക്കെ അത് ശരിയാണെന്ന് പറഞ്ഞ് ഇവർക്ക് അറിയിട്ടല്ല അതിനോട് കൂടി കൊടുത്തു. അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇത് നിങ്ങൾക്കും പ്രയാസം ഉണ്ടാക്കും, ഇവരിങ്ങളെ അടുത്തേക്ക് വരും. അന്ന് ഒരാള് അവരുടെ കൂട്ടത്തിലെ ഒരു പിന്നെ ആള് പറഞ്ഞത് ഇന്ത്യ ഭരിക്കുന്നത് ഒരു ആണൊരുത്തനാണെന്നാണ്, അതുകൊണ്ടൊരു പേടിയില്ല എന്നാണ്. ഇപ്പൊ അള്ളാഹു താല ഈ വാരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് എന്നാ പറഞ്ഞ് തിരുത്തിച്ചു. എളുപ്പമൊന്നും തിരുത്തൂല, അങ്ങനത്തെ ആളുകളാണ്. ഭയങ്കര തൊലിക്കട്ടി ഭയങ്കര ഉള്ള ചില ടീമുണ്ട്, അതെന്നോട് അറിയും, ഒരു നിലക്ക് യോജിക്കാത്ത. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും ഒരേ സമയത്ത് അടി വരുമ്പോഴേ ഇതെല്ലാവരും ശത്രുക്കളാണെന്ന് മനസ്സിലാക്കണ്ടേ. 2 കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. എന്താ എല്ലാവരും കൂടി ഇറങ്ങിയത്? എല്ലാവർക്കും ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പം എന്തായി? അവരെന്നെ തമ്മിൽ പറയാൻ തുടങ്ങി. ഈ വിഷയങ്ങളൊക്കെ വാർത്ത വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം, ജോസഫും മറ്റൊരും മറിച്ചൊന്നുള്ള പിന്നെ ക്രൈസ്തവ പേരുകളുള്ള ആളുകൾ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. വെറുതെ ഒരു കമ്മ്യൂണിറ്റിയെ ഒറ്റപ്പെടുത്താനും അതൊക്കെ നമുക്കറിയാം എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത്. അനധികൃതമായിട്ട് കുറെ സ്വത്ത് സമ്പാദിക്കുമ്പോൾ അതിൽ ഈടി കയറി ഇറങ്ങാതിരിക്കണമെങ്കിൽ സുഖിപ്പിക്കേണ്ടി വരും. അപ്പൊ അതിന് പിന്നെ മാത്രമല്ല ഒരു 1-2 സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് കരുതിയിട്ടാണ്, അല്ലാതെ സ്നേഹം കൊണ്ടല്ല. കാരണം മതം മാറ്റുന്നതിനെ പറ്റി ഏറ്റവും അധികം മറ്റുള്ളവർക്ക് പരാതി അവരെ പറ്റി തന്നെയാണ്. കൃഷി എന്ന് അവർ പറയല് സാധാരണ. അതുകൊണ്ടാണ് അവരിലൊരു വിഭാഗം ഇപ്പോഴും സംഘപരിവാറിലൊരു വിഭാഗം ശക്തമായ നിലപാട് ഇപ്പോഴും സ്വീകരിക്കേണ്ട ആവശ്യം. ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഒരുപാട് കുത്തുവാക്കുകൾ അത് ചില കാര്യങ്ങളിലൊക്കെ പടച്ചോൻ എന്തെങ്കിലും തിരുത്തിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാവോ ആ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഈ വധശിക്ഷ എന്ന് തന്നെ പ്രാകൃതാണെന്ന് നമ്മളെ മലയാള ചാനൽ ചർച്ച ചെയ്തു. എന്നിട്ട് ഇനി MN എങ്ങനെ കുറ്റം പറഞ്ഞു. അങ്ങനെ ചർച്ച ചെയ്ത അവരെ നാവുകൊണ്ട് തന്നെ പിന്നെ പറയുന്ന എന്താണ്, ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് പുനർവിചിന്തനം നടത്തേണ്ടി വരും. ഏത് കാര്യത്തില്? അവന്റെ വധശിക്ഷ അത് പിന്നെ ജീവപര്യന്തമാക്കിയത്. അപ്പൊ നേരെ തിരിച്ചായി. നമ്മൾ ചില തള്ളാർക്കുണ്ട് മരക്കളെ കാര്യത്തില് മാറി, എന്നാലും സ്വന്തം പെൺകുട്ടികളെ കാര്യം വരുമ്പോഴോ ഓഹോ നെയ്യണം, അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ മാർക്കാണ്. യമനിൽ വധശിക്ഷ പാടില്ല, ഇന്ത്യയിൽ വേണം വലിയ വലിയ കുറ്റങ്ങൾക്കൊക്കെ. അപ്പൊ അവരെ നാവുകൊണ്ട് തന്നെ അള്ളാഹു താല എന്ത് ചെയ്തു, അത് തിരുത്തി പറയിപ്പിച്ചു. അതിനുള്ള അവസരങ്ങളുണ്ടായി. കുത്തുവാക്കുകൾ എല്ലാ കാലത്തും ഉണ്ടാവും. ഈ കാലത്ത് അതിൽ കുറച്ചുകൂടി സൗകര്യങ്ങളാണ്, ആർക്കും എന്തും പറയാം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ അവിടെ പിന്നെ അങ്ങനെയുള്ള വ്യാജമായിട്ട് അതൊന്നും വല്ലാതെ അതിന്റെ പിന്നാലാരും പോകൂല എന്നുള്ളതുകൊണ്ട് ആർക്കും ആരെ പറ്റി എങ്ങനെ അവഹേളിക്കാം, അതിനുള്ള സൗകര്യങ്ങൾ വളരെ കൂടി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മേൽപ്പുരണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ തീപരി പേടിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ എല്ലാത്തിനൊന്നും പ്രതികരിക്കണ്ട, നിങ്ങൾ നല്ല ക്ഷമ കൈക്കൊള്ളണം, നല്ല മനക്കരുത്തുള്ളവർക്ക് അതിൽ സാധിക്കുള്ളൂ എന്നാണ് ആലി ഇമ്രാനിൽ പറയുന്നത്. അൻആമില് അല്ല മായിദയിൽ ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തിൽ പറയുന്നതോ, നമ്മൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് അങ്ങനെ നമുക്ക് നല്ലൊരവസ്ഥ വന്ന സാഹചര്യത്തിലാണ് പറയുന്നത്, അൽ യൗമ യഇസല്ലദീന കഫറൂ മിൻ ദീനിക്കും
നിങ്ങളെ ദീനിന്റെ കാര്യത്തിൽ സത്യനിഷേധികളായ ആളുകൾ അവര് നിരാശരായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഫലാ തഖ്ശൗഹും, നിങ്ങൾ ഒരിക്കലും ഓരെ പേടിക്കണ്ട, വഖ്ശൗനി, എന്നെ മാത്രം പേടിച്ചാൽ മതി. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പിന്നീട് അല്ലാഹു തആല പറയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും ചെയ്തിരിക്കുന്നു, സമ്പൂർണമാക്കി. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് മതമായിട്ട് ഇസ്ലാമിനെ നാം പൊരുത്തപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ചാണ് യഹൂദി പണ്ഡിതന്മാര് ഉമർ റളിയല്ലാഹു അൻഹുവോട് വന്നിട്ട് ചോദിച്ചു, ഇത് എപ്പോ എവിടെ വെച്ചിറങ്ങിയത് നിങ്ങൾക്ക് അറിയോ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതിനെ പറ്റി ശരിക്കറിയാം, അസറിന്റെ ശേഷമാണ്, വെള്ളിയാഴ്ചയാണ് അത്. പിന്നെ മാത്രമല്ല അത് അറഫ ദിനമാണ്, അന്നാണ് അത് അവതരിച്ചത്, അത് ഞങ്ങൾക്ക് ശരിക്കറിയാം. അതായത് അയാൾ പറഞ്ഞ യഹൂദി പണ്ഡിതൻ പറഞ്ഞെന്താ, ഞങ്ങൾക്ക് ഈ ആയത്ത് അവതരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അതിനെ പെരുന്നാളാക്കുന്നതാണ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളത് വളരെയധികം കണക്കിലെടുത്തിട്ടുണ്ട്, അതാണ് ദിവസവും സമയം ഒക്കെ പറഞ്ഞു കൊടുത്തു. കാരണം എന്താ, അതിനെ തുടർന്ന് വരുന്ന പകലിൽ നമുക്ക് പെരുന്നാളാണ്, അറഫന്റെ തൊട്ട് അടുത്ത് വരുന്ന ദിവസം ബലി പെരുന്നാളാണ്. ആ അറഫ ദിനത്തിലാണ് ഏത് ചെയ്തിട്ടുള്ളത്, ഇത് അവതരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു. എന്താ ഇത്ര സന്തോഷം? സന്തോഷം എന്ന് പറഞ്ഞാല് അറിയുന്നവർക്കൊക്കെ പേടിയായിരുന്നു. അതായത് അൽ യൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്ത് ഇറങ്ങിയ ഉടനെ ചരിത്രത്തിൽ കാണാം, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് വല്ലാതെ കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാരണം ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ കാരണം എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, ഇദാ തമ്മ ശൈഉൻ ബദാ നഖ്സുഹു, ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തായിരിക്കും, അതിന് എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ വരാൻ തുടങ്ങും, പിന്നെ താഴോട്ടായിരിക്കും. ഒരു കാര്യം എല്ലാ നിലക്കും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നഷ്ടങ്ങളാണ് സംഭവിക്കുക. അതൊരു പൊതു തത്വമാണ്. അപ്പോ ദീന് പൂർത്തിയായി എല്ലാം റെഡിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാന്റെ തിരുദൂതർ ഈ ലോകത്തോട് വിട പറയാനായിട്ടുണ്ട്. ചിന്ത അങ്ങനെ. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇതിലുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ അനുഭവപ്പെട്ടു എന്നാണ്. അൽ യൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്തിറങ്ങിയപ്പോ ഓൽക്ക് തോന്നുന്നുണ്ട്, എന്താണ് പഠിച്ചോനെ അങ്ങനെയാണ് ഈ നബി പോകാനായിട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, അപ്പോ വാപ്പ മക്കളൊക്കെ വിളിച്ചിട്ട് പറയാണ്, പിന്നെ അവിടെ എത്ര കൊടുക്കാണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആ പള്ളിന്റെ കണക്ക്, ഇയാൾ പള്ളിന്റെ ഉത്തരവാദപ്പെട്ട ആളാണെങ്കിൽ അതൊക്കെ എഴുതി കൃത്യാക്കിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ചില മക്കൾക്ക് പിടുത്തൊന്നും ഉണ്ടാവില്ല, ഓലിങ്ങനെ അന്തം വിട്ടൊക്കെ കേട്ടിരിക്കും, എന്താ കണക്കൊക്കെ പറയണ എഴുതിയിട്ട്. ചിലപ്പോ ഒരു മോള് പറയും, ചിലപ്പോ കരയും, എത്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണ്ടേ, പോകാനായോ എന്നുള്ള അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോ അങ്ങനെ കറക്റ്റ് ആകലുണ്ട്, ചിലത് അങ്ങനെ സംഭവിക്കലുണ്ട്. എന്നതുപോലെ ഞാനിതാ നിങ്ങൾക്ക് ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ആയത്ത് നബിനോട് പറയാൻ വേണ്ടി പറയാനുള്ളൂ. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ, പൂർത്തിയായി എന്നാണ്. പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നഷ്ടങ്ങളായി കാരണം വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി ഇങ്ങനെ അടച്ചിട്ടിരിക്കണം, നാളെയാണ് കുടിയിരിക്കല്. ഇപ്പൊ എല്ലാം നിലക്കും നല്ല ചൊറുക്കുണ്ട്, പക്ഷെ പൂർത്തിയായി. ഇനി എന്തേ കാരണം കൂടി ഇരുന്ന് കഴിഞ്ഞാല് 4 ദിവസം കഴിഞ്ഞാൽ തന്നെ ആ കുറച്ച് ചൊറുക്കൊക്കെ നഷ്ടപ്പെടൽ തുടങ്ങും. കാരണം ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓല അവിടെ വരച്ച് ഇവിടെ വരച്ച് അവിടെ പിടിച്ച് അങ്ങനെ അഴുക്ക് വരൽ തുടങ്ങും. അത് അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു കാര്യം പൂർത്തിയായാൽ പിന്നെ അവിടെ എന്താവും, അതിനെന്തെങ്കിലും കുറവ് വരാൻ തുടങ്ങും, നേരാടിക്കായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ നിലക്കും പൂർത്തിയായി എന്ന് കഴിഞ്ഞാൽ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നുള്ള അർത്ഥം. അപ്പൊ സ്വഹാബത്ത് നബിയോട് ചെന്നതിനെ പറ്റി ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഇനി ഞാൻ അധികം ഉണ്ടാവില്ല പറഞ്ഞിരിക്കേണ്ട. പിന്നെ 3 മാസം. അതുപോലെ ഇതേ സമയത്ത് പിന്നെ ഇതിന്റെ തൊട്ട് മുമ്പ് അവതരിച്ചതാണ് ഏത്, ഇതിന്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയതാണ് ഇദാജാ സൂറത്ത്. ഇദാജാ സൂറത്ത് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമായി. പക്ഷേ അവിടെയും ശുദ്ധീകരണവർക്കായിരുന്നു. അതിൽ പറയുന്ന എന്താ,
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അവിടെ ഇദാ എന്നാണെങ്കിലും അവിടെ ശരിക്കും ഇത് എന്നാണ് അതിന്റെ അർത്ഥം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും എത്തിക്കഴിഞ്ഞതിനാൽ, എത്തിയാൽ എന്നല്ല, വരേണ്ടതിന് മുമ്പ് പറയല്ല, എത്തിയതിനാൽ, അതാണ് ഇതാന്ന് പ്രയോഗിച്ച് ഉദ്ദേശം ഇതെന്നാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൽ നിന്നുള്ള വിജയവും സഹായവും എത്തിയതിനാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കാണുകയും ചെയ്തതിനാൽ. ഇപ്പൊ പണ്ടത്തെ പോലല്ല, പണ്ടൊക്കെ ഭയങ്കര എതിർപ്പേനു, ഇപ്പൊ അങ്ങനല്ല. എതിർത്തോലൊക്കെ മടങ്ങി, എതിർത്തോലൊക്കെ വലിയ ശല്യം ചെയ്തോലൊക്കെ ഈ ഭാഗത്തേക്ക് വന്നു. ഇപ്പൊ ഒന്നായിട്ട് വരെയാണ്, കൂട്ടം കൂട്ടമായി വന്നു. ഒക്കെ വന്നു കഴിഞ്ഞൊക്കെ പൂർത്തിയായി. ഇപ്പൊ പൂർത്തിയായി എന്ന് പറഞ്ഞാൽ നല്ല റാഹത്തായ അവസ്ഥയാണ്. അതുകൊണ്ട് പകരങ്ങളൊരു 3 കാര്യം ചെയ്തോളി. അതെന്താ? ഒന്ന് തസ്ബീഹ്, ഒന്ന് തഹ്മീദ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാർ. റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവന്റെ പരിശുദ്ധിയെ, അവനെ സ്തുതിക്കുന്നതോടൊപ്പം പരിശുദ്ധിയെ വാഴ്ത്തുക, പാപമോചനത്തിനർപ്പിക്കുക. ഈ സൂറത്തിറങ്ങിയപ്പോ അപ്പോഴും സിദ്ദീഖ് കരഞ്ഞു. അപ്പൊ സിദ്ദീഖ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വാസനിക്കുന്നു ഞാൻ ഈ സൂറത്തിൽ നിന്ന്. അപ്പോ സഹാബത്ത് നബിയോട് ചെന്ന് ചോദിച്ചു. അവൻ നബി തങ്ങൾ പറഞ്ഞു, ശരിയാണ്, ഈ സൂറത്ത് തൗദിയാണെന്ന്. തൗദിയാണ് എന്താ? യാത്രയപ്പാണ്, എന്റെ യാത്രയപ്പാണിത്. അതാണ് ഇദാ ജാഅ സൂറത്തിന്റെ പേരാണ് ഏത്? സൂറത്ത് തൗദിയ. സൂറത്ത് തൗദിയ അതിന്റെ ഒരു പേരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സ്വദഖ അബൂബക്കർ, അബൂബക്കർ സത്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇദാ ജാഅ സൂറത്തും അതുപോലെ തന്നെ അൽയൗമ അക്മൽതു ഇതൊക്കെ അടുത്തടുത്തിറങ്ങിയതാണ്. അൽയൗമ അക്മൽതു ലക്കും എന്നുള്ള ആ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം പിന്നെ ഇസ്ലാമില് ഒരു കാര്യത്തെ പറ്റിയൊരു വിധി പിന്നെ വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അതിന്റെ ശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു തീരുമാനം, ഒരു കാര്യം ഇന്ന നിഷിദ്ധമാണ്, അങ്ങനെ വന്നിട്ടില്ല. ഈ അൽയൗമ അക്മൽതു അതാണ് ചിലർക്കൊക്കെ ഒരു ധാരണ വന്നത്, ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്തതാണ്. ശരിക്കും ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്തതല്ല. അവസാനം ഇറങ്ങിയ ആയത്ത് ഇമാം സ്വാവി റഹിമഹുള്ള പറയുന്നത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ 3 മണിക്കൂർ മുമ്പാണെന്നാണ്. പല അഭിപ്രായമുണ്ട്. 3 മണിക്കൂർ, 7 ദിവസം, 9 ദിവസം, 29 ദിവസം, 21 ദിവസം എന്നൊക്കെ അഭിപ്രായമുണ്ട്. അതിലൊരു അഭിപ്രായം വഫാത്തിന്റെ 3 മണിക്കൂർ മുമ്പ്, 3 സാഴത്ത് മുമ്പിറങ്ങി. അതേതാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അൽ ബഖറയിലെ 251 ആയത്ത്. അതിന്റെ അതാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത്. 281, 281 ആണ് അവസാനം ഇറങ്ങിയത്. പല ആൾക്കാരും പിന്നെ തെറ്റിദ്ധാരണ അൽയൗമ അക്മൽതു ലക്കും, അങ്ങനെ ഈ ക്വിസ് മത്സരത്തിലൊക്കെ അങ്ങനെ ചില തെറ്റുകൾ വന്നാൽ അതങ്ങനെ ആവർത്തിക്കുമല്ലോ. മദ്രസയിലൊക്കെ അങ്ങനെ സംഭവിക്കലുണ്ട്. ക്വിസ് മത്സരത്തിൽ ചോദ്യം ചോദിക്കും കുട്ടികളോട്. അപ്പോൾ വനിതാ ക്ലാസ്സിന് ഇതിനൊക്കെ വരുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനത്തെ കേട്ട് മനസ്സിലാക്കി കണ്ട് ഓലും ചെയ്യും അൽ ബഖറ 251 എന്നുള്ളത്. ചില ഉസ്താദന്മാരെന്നെ വലിയ തെറ്റോട് വൈകും. ആരതൊക്കെ എഴുതുന്നുണ്ട്? അത് തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വനിതാ ക്ലാസ് നടക്കുന്നിടത്തൊരു പ്രശ്നം വന്നു. അത് പറയാൻ കാരണം നമ്മളെ വനിതാ ക്ലാസ്സിന് ഇവരുടെ പെണ്ണുങ്ങൾ അൽ ബഖറ 251 എഴുതി കൊടുത്തു. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഓല് ചില പെണ്ണുങ്ങൾ പറഞ്ഞാൽ പുതിയത് പഠിച്ചില്ല, പഠിച്ച മറക്കൂല. അപ്പോൾ ഓല് എഴുതിയത് ഓൽക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു താത്ത ഭർത്താവിനോട് പറഞ്ഞേക്കണു, ഞാൻ 100 മാർക്കിന് എഴുതിക്കണു, എനിക്ക് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ അത് മദ്രസ എന്ന് ചോദിച്ചു. അയാൾ ചോദിച്ചപ്പോൾ പേപ്പർ വഹിക്കാണ്ട് പറഞ്ഞേക്കണു, ഇന്ന ഇത് തെറ്റിക്കണു, അൽയൗമ അക്മൽതു ലക്കും ആണെന്ന് പറഞ്ഞു ഉസ്താദ്. അതിൽ ഇയാൾ പെണ്ണിനോട് വന്നപ്പോൾ നമ്മളെ ഖുർആൻ ക്ലാസ് എടുക്കേണ്ട ഉസ്താദ് അങ്ങനെയല്ലല്ലോ പറഞ്ഞു. അപ്പൊ എനിക്കായി പ്രശ്നം തന്നെ. ഈ സമ്മാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പൊട്ടിന്റെ ഗ്ലാസ് ഉണ്ടാവുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ പറയുമ്പോൾ അല്ല, അത് ആ സാഹസെന്ന് കിട്ടുക പറഞ്ഞാൽ അതിനൊരു അംഗീകാരം കാര്യമൊക്കെ ഉണ്ടാവും. അവസാനം പിന്നെ ഞാൻ പറഞ്ഞെടുത്തു, അത് നിങ്ങൾ കുഴപ്പമുണ്ടാക്കണ്ട, ഇങ്ങനെ ഓൽക്കല്ല തെറ്റിദ്ധാരണ വരെ. അപ്പോൾ എവിടെ അരക്കും ഉള്ളവരും കേടില്ലാത്ത രൂപത്തിൽ പറഞ്ഞാണ്ട്
അത് താത്താക്ക് സമ്മാനമായി കൊടുത്തു. കാരണം താത്ത പറഞ്ഞാൽ ശരിയേ. അതെ, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു കേട്ടോ. അത് ഈ ധാരണ പശക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ അൽയൗമ അക്മൽതു ലക്കും അവസാനത്തെ അല്ല, വിധികൾ പ്രഖ്യാപിക്കുന്നതിൽ ലാസ്റ്റ്, ഇതിൻ്റെ ശേഷം പിന്നെ വിധികളൊന്നും വന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. അവസാനം ഇറങ്ങിയത് വളരെ ഖണ്ഡിതമാണ്. അത് മാത്രമല്ല, അവസാനം ഇറങ്ങിയത് അൽ-ബഖറയിലെ 281 ആയത്താക്കാൻ തന്നെ കാരണമുണ്ട്. കാരണം അതിൻ്റെ തൊട്ട് മുമ്പാണ് പലിശയെ പറ്റി പറയുന്നത്. 282 ഇടപാടുകളും മറ്റും നടത്തുമ്പോൾ എഴുതിയേക്കണമെന്ന് പറയുന്നത്. അവസാനത്തെ വിധിയാണ് ഏത്? ഖുർആനിൽ അല്ലാഹു തആല ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ഏതാണ്? പലിശയെ പറ്റിയാണ്. ആ പലിശയെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിനം വരാണ്ട് അതിനെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോന്ന് ഞെട്ടിക്കാണ്. അത് അവിടെ തന്നെ കൊടുക്കാൻ കാരണം എന്താ അറിയോ? പലിശയെ പറ്റി പറഞ്ഞ ഉടനെ ഇതിന് കേൾക്കുമ്പോൾ ഒരു ബേജാറുണ്ടാവും. ഇനി പറയാൻ പോണ്ട ഈ ഇടപാടിന്റെ കാര്യമാണ്, എഴുതിയേക്കേണ്ട കാര്യമാണ്, നീട്ടിയേക്കരുത്, ഉടനെ എഴുതിയേക്കണം. ആ രണ്ട് സമയം അല്ലെങ്കിൽ പിന്നെ നമ്മൾ തർക്കം വരും. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിനും മനസ്സിന് എന്നൊരു വെറുതെ കാണും. ഇടപാടുകൾ നടത്തുമ്പോൾ എഴുതിയേക്കണം. എഴുതിയേക്കാൻ കഴിയാത്ത ആള് കൂലിക്കൊരാളെ വെക്കണം എന്നാണ്. അത്രത്തോളം ശ്രദ്ധിക്കണം എന്നാണ്. നമ്മളിപ്പോ ഖുർആൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഗവൺമെന്റിന്റെ അടുത്ത് തെളിയിക്കാനൊക്കെ ഒരു CA കാരനൊക്കെ വെക്കും. നമ്മൾ ബിസിനസ്സുകാർക്കൊക്കെ ഉണ്ടാവും കണക്കും കാര്യങ്ങളും ശരിയാക്കാൻ. ഓരോടെല്ലാം പറയും ഉറങ്ങരുതിട്ടോന്നൊക്കെ പറയും. ഓൻ നല്ലൊരു ക്ലാസ്സൊക്കെ കൊടുക്കും. ശരിക്കും ഖുർആൻ അത് വളരെ പ്രാധാന്യം, ഏറ്റവും വലിയ ആയത്തന്നെ ആ വിഷയമാണ് പറയുന്നത്. ഒരു പേജ് മുഴുവൻ ഒറ്റ ആയത്തിൽ. അപ്പോൾ ഈ അൽയൗമ അക്മൽതു ലക്കും വരുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ട. എന്തായിരുന്നാലും വേദപണ്ഡിതന്മാർ പറയാണ് ഞങ്ങൾ ഈദാക്കും, അത്രക്കും വലിയൊരു ആയത്താണത്. ഉമർ റളിയല്ലാഹു തന്നെ ഓൾറെഡി ഞങ്ങൾ ഈദാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ശ്രദ്ധ ഉണ്ട്. നേരെ മറിച്ച് ആ ആയത്ത് എവിടെ ഇറങ്ങി, എപ്പോൾ ഇറങ്ങി ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയാതിരുന്നെങ്കിൽ, ഉമർ റളിയല്ലാഹു പറഞ്ഞ സമയം വരെ എനിക്കറിയാം ആ സന്ദേശം ഇറങ്ങിയത്. അത് വെള്ളിയാഴ്ച ആയിരുന്നു അന്ന്, അത് പരിശുദ്ധമായ അറഫ ദിനായിരുന്നു, അത് മറക്കാൻ കഴിയൂല. നോക്കുങ്ങൾ ആയത്തിലടങ്ങിയ വിഷയം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീന നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹു പറയാണ്, ഇന്ന് ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അതായത് ഇനി എന്ത് വേണ്ട, കൂട്ടിച്ചേർക്കലുകളൊന്നും വേണ്ട. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ആ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. പിന്നെ എല്ലാം നമ്മൾ ഇതിൽ കാണൂല, എല്ലാം നമ്മൾ എന്ത് ചെയ്യൂല, ഖുർആനിൽ കാണില്ല. നമ്മൾ കാണണമെന്നില്ല, എല്ലാം ഇപ്പം നമ്മൾ കാണൂല. ഷാഫി ഇമാമിനോട് ചോദിച്ചില്ലേ, പിന്നെ ഹറമിൽ വെച്ചിട്ട് പിന്നെ കടുന്നലിനെ കൊന്നാല് കുഴപ്പമുണ്ടോ ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ലായിരുന്നു. ആ ഖുർആനിലുണ്ടോ ചോദിച്ചു. ആ ഖുർആനിലുണ്ട് കാരണം. അപ്പോൾ ചോദിക്കണ്ടോലും ചില്ലറക്കാരല്ല, ഷാഫി ഇമാമിനെ കിട്ടിയ ചാൻസിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഷാഫി ഇമാം ഒരു ആയത്തോതി കൊടുത്തു. പിന്നെ ഒരു ആയത്തിലുണ്ട് ഖുർആനിൽ, ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം പറയുന്നുണ്ട്, അതിലതുകൊണ്ട് കാരണം. അപ്പോൾ ചോദിച്ചു, അത് എവിടെ ഒരു ആയത്തിൽ നേരെ ഒരു കടന്നലിനെ കൊന്ന കാര്യം പറയണില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ഏത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തവു. നിങ്ങൾക്ക് അറിയോ? അതുണ്ട്. എന്താ ഇത് പറയുന്നത്? റസൂല് എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ ചെയ്യണം, റസൂല് അരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഖുർആനിൽ ചോദിച്ചു, അതുണ്ട്. അപ്പോൾ റസൂല് എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ എടുത്തോളിയെന്നാണ്. ഓക്കെ, ആ റസൂല് കൽപ്പിച്ചു എന്ത് പിന്നെ എൻ്റെ ശേഷം നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളെ ശ്രദ്ധയിൽ വരും, നിങ്ങളുടെ ഇടയിലുണ്ടാവും. നബി തങ്ങൾ പറയാണ്, ഫസയറ ഇഖ്തിലാഫൻ കസീറാ. അങ്ങനെ വന്നാൽ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങളുടെ ചര്യയെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും പിടിക്കണം. എന്നിട്ട് പറഞ്ഞു അള്ളു അലൈഹ ബിൻ നവാജിദ് എന്നാണ്. പിടിച്ചാൽ പോരാ, കയ്യിന്ന് ഊരി കൊണ്ടുപോകും, കടിച്ചു പിടിച്ചണം. കടിച്ചു പിടിച്ചാൽ ചിലപ്പോൾ മുൻപല്ലോണ്ട് കടിച്ചു പിടിച്ചാൽ പല്ലടക്കം തെറിക്കും, കോട്ട് പല്ലോണ്ട് കടിച്ചുകൊണ്ടിരുന്നു. അള്ളു അലൈഹ ബിൻ നവാജിദ് ഈ ഹദീസ് ഉദ്ധരിച്ചു. അപ്പോൾ മറ്റോലേക്കാണ് ഇതിപ്പോൾ നമ്മളെ കടുന്നലിന്റെ വിഷയം വരുന്നില്ലല്ലോ. അപ്പോൾ ഷാഫി ഇമാം പറഞ്ഞു, പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു കടുന്നലിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹറമിൽ വെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ പൂർത്തിയായി. ഉമർ റളിയല്ലാഹു നബി തങ്ങൾ പറഞ്ഞെന്താ, ഖുർആൻ പറഞ്ഞെന്താ, റസൂൽ എന്ത് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ചോളിയെന്നാണ്. അപ്പോൾ മാതാക്കുമുർ റസൂലു ഫഖുദൂ.
ആ റസൂൽ നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഖുലഫാഉ റാഷിദീങ്ങളുടെ മാർഗം പിൻപറ്റിക്കോളിയും. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 ആളുകളിൽ ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു കടന്നലിനെ കൊന്നിരുന്നു. പൂർത്തിയായല്ലോ. ഇങ്ങനെ അതാണ് ഷാഫി ഇമാം പറഞ്ഞത്, എൻ്റെ ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടാല് ഞാൻ ഖുർആനിൽ നോക്കി കണ്ടുപിടിച്ചു. നമ്മളെ കൊണ്ട് കഴിയോ? മാല കാണാനില്ല, മുസാഹിബ് എടുത്താൻ ഇന്നയാളെ കാണാൻ. എങ്ങനെ കാണാൻ? മുസാഹിബിൽ വെച്ചുകൂടി കാണും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയൂല. നമുക്ക് പൊട്ടനെ നീട്ടിയിട്ടേമാർക്കാവും, ഒരു പിടുത്തം കിട്ടൂല. എന്നാൽ അവരങ്ങനല്ല. അവര് ഏത് കാര്യങ്ങളും, അതാണ് മഹത്തുക്കളായ ആളുകളുടെ ഒരു കഴിവാണത്. എല്ലാത്തിനും അവർക്ക് എന്തുണ്ടാവും? പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ രേഖാവും. അത് എന്തിനാ പറഞ്ഞറിയങ്ങള്? ചിലപ്പോൾ നമ്മളിങ്ങനെ കരുതേ എവിടെ പൂർത്തിയാവണം, ഇനി എത്ര കാര്യങ്ങൾ ഇവിടെ കിടക്കണമെന്ന് കരുതരുത്. എല്ലാം അതിലുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കാണാത്ത നമ്മളെ കണ്ണിൻ്റെയും നമ്മളെ പ്രതിഭൻ്റെയും കുറവുകൊണ്ടാണ്. എല്ലാം അതിനുള്ള ഇത് നമുക്കില്ലാത്തതുകൊണ്ടാണ്. അത് ഉള്ളവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ആലി ഇമ്രാൻ സൂറത്തിൽ ഇനി വരാണ്ട് വറാസിഖൂന ഫിൽ ഇൽം എന്ന് പറയുന്നുണ്ടല്ലോ. ഖുർആനിലെ ചില ആയത്തുകൾ തന്നെ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. വറാസിഖൂന ഫിൽ ഇൽം, അഗാധ പാണ്ഡിത്യമുള്ള ആളുകൾക്കും അറിയുമെന്ന് അറിയുന്നുണ്ട്. പക്ഷെ ഓല് പറയുന്നത് ഇതൊക്കെ റബ്ബിനാണ് കൃത്യമായിട്ട് അറിയുള്ളൂ എന്ന് പ്രഖ്യാപിക്കും എന്ന് ആലി ഇമ്രാനിൽ പറയുന്നുണ്ട്. അപ്പോൾ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊന്നും ഒരു മാറ്റം പിന്നെ പറ്റൂല. മാറ്റം വേണ്ട, കുറവുമില്ല, ഇനി പുതിയ നിയമങ്ങളൊന്നും വരൂല, ഒക്കെ കറക്റ്റാക്കി. അതിൻ്റെ അർത്ഥം വേറെ ഒന്നും പാടില്ല എന്നല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ഹിക്മത്തോടുകൂടെ മതപ്രബോധനം നടത്തിക്കോളിയും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാലത്തിനനുസരിച്ചും കാലോചിതമായിട്ട് അതിനൊരുപാട് പുതുമകളോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ? പുതുമകളോടുകൂടെയാണ് നമ്മൾ പ്രബോധനങ്ങൾ ചെയ്യുന്നത്. പഴയ കാലം പോലല്ല, ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലം പോലല്ല. അപ്പോൾ അതിന് നമ്മളെ പുതുമകളൊക്കെ സ്വീകരിക്കാം, എന്നാലോ അടിസ്ഥാന വിഷയങ്ങളിൽ മാറ്റണ്ടാൻ പറ്റുമോ? ഇപ്പം നമ്മൾ പറയാണ് പള്ളിയിലൊക്കെ ചെറുപ്പക്കാർക്കൊക്കെ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ പെണ്ണുങ്ങളും കൂടി വരാൻ തുടങ്ങണം. ആ പുതുമ പറ്റില്ല. നമ്മൾ ഖതീബായിട്ട് ഇപ്പോഴുള്ള നിലവിലെ ഉസ്താദിനെ ഇതായിക്കാണ്ട് നമ്മൾ ഒരു 10-30 വയസ്സായ 25 വയസ്സായ പെണ്ണിനെ ഖുതുബ ശൈലിയൊക്കെ എല്ലാം ഉണ്ടാവും. ഓരോന്നാണ് പരിശീലിപ്പിച്ചാലേ നമ്മൾ ഇതിലേറെ മനോഹരമായിട്ട് എന്ത് ചെയ്യും? ആ കിളിക്കൂറ്റിൽ പോലും ഇങ്ങനെ എന്ത് ചെയ്യും? ഉത്സാഹമായിട്ട് കുത്തുപോതിക്കോളും. അങ്ങനെ ഒരു പുരോഗതി പറ്റൂല, ആള് വരില്ല എന്നുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായ വിഷയത്തിൽ മാറ്റല്ലാതെ തനിമ നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാം? പുതുമ ഉണ്ടാക്കാം. അങ്ങനെ ഇപ്പം എത്ര കാര്യങ്ങൾ നടക്കുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രബോധന രംഗത്ത്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ദീന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഇനി പുതിയ വിഷയങ്ങളൊന്നും വരില്ല, ഒക്കെ സംഗതി അയക്കണേ. നിബിധങ്ങൾക്കും മനസ്സിലായിട്ടില്ല, എൻ്റെത് കഴിഞ്ഞു, അങ്ങനെ ഉണ്ടല്ലോ. തങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം സന്ദേശങ്ങളൊക്കെ എല്ലാം നിബിധങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. എന്നിട്ട് വീണ്ടും പറയാണ് എന്റെ നിഅമത്തിനെ നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് മതമായിട്ട് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതായത് മതമായിട്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ടത് ഇസ്ലാമിനെ മാത്രമാണ്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, എന്തേ കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. യഥാവിനെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഇപ്പൊ ഈ ആഴ്ചയിൽ പിന്നെ ഒരാൾ പറഞ്ഞു മുസ്ലിങ്ങളെ മതം മാറ്റാൻ വലിയ പണിയാണ്, കാരണം മുസ്ലിങ്ങൾ അള്ളാഹ് വല്ലാത്തൊരള്ളയാണ്. ഒരു വയസ്സായ ഒരാളുണ്ടായേക്ക് പറയാൻ വയ്യ, എന്നാൽ അയാൾ ഈ യൂട്യൂബിലത്തെ വരുമാനം കൊണ്ടാണ് ഇപ്പൊ ജീവിതം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയാണ് ഇപ്പത്തെ ഈ പുതിയ ചർച്ചയിൽ മതപരിവർത്തനമൊക്കെ ആ ചർച്ച ചെയ്യുമ്പോൾ പറയാണ് മുസ്ലിങ്ങളെ മതം മാറ്റാൻ കഴിയൂല, കാരണം എന്താ വെച്ചാൽ അവരുടെ അള്ളാഹ് വല്ലാത്തൊരള്ളയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് അതേപോലെയുള്ള ആൾക്കാരേക്കാരും ഓരോ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒക്കെ ഓരോ വേട്ടാവളിയന്മാരേക്കാരം. അപ്പോൾ ഓന് പറയേണ്ടതിനനുസരിച്ച് ഇങ്ങനെ ഇയാളിങ്ങനെ തുള്ളി കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയാണ് പിന്നെ മുസ്ലിങ്ങൾക്ക് എന്നാൽ ഓൽക്കൊരു നരകം വരാണ്ട് അതിലിട്ട് വർക്ക് ചെയ്യാറ്, പൊരിക്കലും വറുക്കലും ഒക്കെയാണ്. അതുകൊണ്ട് ഓൽക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ മതം മാറ്റാൻ കഴിയാത്തത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നിരാശയാണ്, ഒരു സങ്കടം ഇങ്ങനെ പറഞ്ഞ് കടുത കാമം കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞ പോലെ പറയണം. അല്ല ഇവിടെ ഇപ്പൊ കാറ്റടിച്ചിട്ടൊരു ഇലക്ട്രിക് പോസ്റ്റ് വീണിട്ട് അതിന്റെ ലൈന് അവിടെ കിടക്കുകയാണ്, അതിൽ വൈദ്യുതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അറിയുന്ന ഒരാൾ അങ്ങോട്ട് പോകുന്നവരെ
എന്താ കാരണം? അത് ദുരന്താണത്, കൊണ്ട് പോണ്ട. ഇതുപോലെ സർവശക്തനായ അള്ളാഹു താല നരകം പഠിച്ചിട്ടുണ്ട്. വിലങ്ങടിച്ച് നിൽക്കേണ്ടവർക്കാണ് അത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനിപ്പോ എന്താ പ്രശ്നം? സ്വാഭാവികല്ലേ? പുലി ഇറങ്ങിയിട്ടുണ്ട്. കാരണം പണ്ട് നമ്മള് ഈ ഇവിടെ പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോയിരുന്നു കുറച്ചു കാലം. അപ്പോൾ അവിടുന്ന് പോരുമ്പോൾ പിന്നെ ഈ ചുരം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വണ്ടിക്കാർ പറയും ആന ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ പോകണ്ടെന്നാണ്. അത് പിന്നെ വലിയ ലോറി വരാൻ കാത്തു. ഇങ്ങോട്ട് ആ ലോറിൻ്റെ ബാക്കിൽ കൂടി ഇങ്ങനെ പോരലാണ്. പിന്നെ അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്നുകാണ്ട് അപ്പോൾ ഓരോരുത്തരും പറയും ആന ഇറങ്ങിക്കണം കേട്ടോ എന്നറിയിപ്പ് വരാണ്. അതെന്തിനാ? വെറുതെ പേടിപ്പിക്കല്ല, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പോലെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. പുഴ നീന്തി പരിചയമില്ലാത്ത ആള് കടലിൻ്റെ പുഴ നീന്താൻ വേണ്ടി മുണ്ടും മാറ്റി നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കുക പുഴ. പരിചയമുള്ള നാട്ടുകാരൻ പറയാണ് മോനെ എനിക്ക് പിരാന്ത, ഇതിലും ചാടരുതേ, അടിയൊഴുക്ക് ഭയങ്കര. അപ്പോൾ അവൻ പറയാണ് എന്താ വെറുതെ ഭീഷണിപ്പെടുത്തുകയാണ്, ഞാൻ കുറേ പുഴ കണ്ടാവും. അങ്ങനെ ബസ് പോകുമ്പോൾ കാണുന്നതാണ്. ചാടി അങ്ങനെ ഉണ്ടാവും. ഇതേപോലല്ലേ തിരക്കടില്ല. ഖുർആൻ വെറും ഭീഷണി മാത്രമാണെങ്കിൽ അങ്ങനല്ലല്ലോ. ഞാൻ ഇങ്ങനത്തൊക്കെ എന്താ അറിയോ, നമ്മളൊക്കെ ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനിപ്പോൾ എന്താ മറുപടി അറിയാണ്ട് വെറുതെ ബേജാറാണ്ട. ഒന്നങ്ങനത്തെ കേക്കുണ്ടാക്കുക. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അറിയോ, അത് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാ നമ്മൾ താമസിക്കാൻ കയറ്റുന്ന വീടിനെന്താ അറബി പറയാ? ദാറ്, ബൈത്ത്, അതൊക്കെ വീട് എന്നാണ്. ഇനി അതിൽ എല്ലാ നിലക്കുള്ള സൗകര്യങ്ങൾ ഒരു രാജകീയമായ സൗകര്യമാണെങ്കിൽ അതിനെന്താ പറയാ? ഖസ്ർ. അതിൻ്റെയും അതിലെ ഏറ്റവും ടോപ്പിലുള്ളതിന് എന്താ പറയാ? ഗുർഫ. ഗുർഫ, അയിനിന് പുള്ളിട്ട കയ്യിന് ഗുർഫ. പറഞ്ഞാല് ദുന്യാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വീടിനാണ്. അപ്പൊ കക്കൂസിന്റെ ക്ലോസറ്റൊക്കെ ചിലപ്പോൾ സ്വർണ്ണയിക്കണം. അങ്ങനത്തെ ഒരു വീട്. അപ്പൊ ഇത്ത ആള് ചിലപ്പോൾ സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി സ്വർണ്ണം അരച്ചു കുടിച്ചൊന്നുണ്ടാവും. തന്നെ ക്ലോസറ്റ് സ്വർണ്ണാക്കുമ്പോ പിന്നെ അതിനനുസരിച്ചൊക്കെ വേണമല്ലോ. ഇങ്ങനത്തെ വീടിനാണ് ഗുർഫാര. എന്നാൽ ഫുർഖാൻ സൂറത്തിലെ യഥാർത്ഥ മോമിനീങ്ങൾക്ക് അള്ളാഹു ഒരുക്കിയ സ്വർഗത്തെ പറ്റി അള്ളാഹു പറഞ്ഞത് ഓൽക്ക് ഗുർഫത്ത് ഒരുക്കിയിരിക്കുന്നു എന്നാണ്. ഇതും ഖുർആൻ പറയണ്ടാണ്. വെറും താക്കീത് മാത്രല്ലേ, സുവിശേഷം പറയുന്നില്ലേ, സന്തോഷവാർത്തമല്ലേ, എത്ര ആയത്തുകളിലൂടെ പറയുന്നത് സ്വർഗത്തെ പറ്റി. അപ്പൊ ഇതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യാണ്? വെറുതെ പരിഹസിക്കുകയാണ്. പക്ഷെ ഇത് ഇവർക്ക് തന്നെ വിനയാകുകയാണ്. മുസ്ലിങ്ങളെ മതം മാറ്റം വലിയ അടങ്ങാറാണ്. ഓൽക്ക് ഭയങ്കര വിശ്വാസമാണ്. പോസിറ്റീവായിട്ടുള്ള വരണ്ടേ, അങ്ങനെയുള്ള വരണ്ടേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ ഖുർആനില് പിന്നെ ഈ ചെടികളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഉദാത്തമായ ഇണകൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഹൈറിനാണ്. നമ്മളെ വിശ്വാസം ഒന്ന് ദൃഢമാക്കാൻ അള്ളാഹു താല ഓരോ അവസരങ്ങളെ നമുക്ക് നൽകുകയാണ്. അപ്പോൾ നമുക്ക് ഖുർആനിലുള്ള അത്തരം കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാനും സാധിക്കും. അതായത് ഖുർആനിൽ ഒരായത്തിൽ പറയുന്നുണ്ട് അള്ളാഹു താല എന്ത് ചെയ്തു? നല്ല ചെടികളെ നൽകിയിട്ടുണ്ട്. അതിലെന്തുണ്ട്? ജോഡികളുണ്ട്. സസ്യങ്ങളില് പൂക്കളിലൊക്കെ ജോഡികളുണ്ട് എന്നുള്ളൊരു സന്ദേശം അള്ളാഹു താല നൽകുന്നുണ്ട്. ആ ആയത്തിന് വേറൊരർത്ഥം. ആയത്ത് തന്നെയാണെന്ന് പറയാം. അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അവലം യറൗ, മനുഷ്യന്മാർ നോക്കുന്നില്ലേ? ഇലൽ അർളി, ഭൂമിയിലേക്ക്. കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, നോക്കൂ, ഉദാത്തമായ സർവ്വ ജോഡികളെയും നാം അവിടെ മുളപ്പിച്ചു. ഈ ആയത്തിന് മഹാന്മാർ കൊടുക്കുന്ന അർത്ഥം ഒന്ന്, ഈ നമ്മൾ സാധാ സസ്യങ്ങളാണ് അവിടെ ഉദ്ദേശമെങ്കിലും ഇനി വേറൊരർത്ഥം ആദമും ഹവ്വാവുമാണ് അതുകൊണ്ട് ഉദ്ദേശം. രണ്ടാളുകൾ, അവരിലൂടെ അള്ളാഹു താല അമ്പിയാക്കള് ഔലിയാക്കള് തൊട്ടിട്ട് മനുഷ്യവർഗത്തൊന്നായിട്ട് കൊണ്ടുവന്നു, അതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നോക്കൂ, ഇപ്പൊ നമുക്ക് അള്ള ഇഷ്ടപ്പെട്ട് ഇസ്ലാം മാത്രാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ന് പറയാ ചിലര് ഓരോ മതം മാറ്റം വലിയ അടങ്ങാറാണ്. അതിന്റെ ഒരു കാരണം എന്താ അറിയങ്ങള്? അതിന്റെ ഒരു കാരണം എന്താ? അതിന്റെ ഒരു കാരണം അള്ളാഹു താല പറഞ്ഞ ശുആറാ സൂറത്തിൽ പറഞ്ഞൊരു ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബില് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ 4 കാര്യങ്ങൾ തീരുമാനാക്കണം. അത് ഏതുപോലെ വെച്ചാല് ആകാശത്തുനിന്ന് മഴ പെയ്ത് ഭൂമിയിൽ സസ്യങ്ങൾ മുളച്ച് നല്ല ജോഡികളായ സസ്യങ്ങൾ മുളച്ചു വരുന്ന പോലെയാണ്. ആ 4 ഏതാ?
ഒന്ന് വിശ്വാസം ഈമാൻ, രണ്ടാമത്തത് ഇഖ്ലാസ്, മൂന്നാമത്തത് തവക്കുൽ, നാലാമത്തത് യഖീൻ. ഇത് 4 നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ കീഴടക്കാൻ ആർക്കും കഴിയൂല. അതാണ് ഇവർ നിരാശപ്പെട്ട് പറയുന്നത്. വിശ്വാസമാണ്. നമ്മളെ ഖൽബിൽ നല്ല ഈമാൻ വേണം. നല്ല ഈമാൻ. അതോടുകൂടെ തന്നെ നമുക്ക് എന്ത് വേണം? ഇഖ്ലാസ് വേണം. എല്ലാത്തിലും ഒരു ആത്മാർത്ഥത വേണം. നമ്മൾ ഈ വരവിൽ ഇഖ്ലാസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ മഴയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എത്തുന്നത്. ഇഖ്ലാസ് പറഞ്ഞാൽ ഏത് കാര്യത്തിലും നമുക്കൊരു ആത്മാർത്ഥത വേണം. നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അതിലൊരു ആത്മാർത്ഥത എല്ലാ കാര്യത്തിലും, സർവ്വ വിഷയങ്ങളിലും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് പൊന്നാക്കി മാറ്റാം, പരലോകത്ത് വലിയ കൂലി കിട്ടുന്ന രൂപത്തിലാക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒന്ന് തവക്കുലാണ്. എല്ലാം അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക, അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. റബ്ബുണ്ട് എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ ആവുമ്പോൾ എനിക്കൊരു പ്രശ്നം വരൂല എന്നുള്ള ഒരു ചിന്ത, തവക്കുല്. നാലാമത്തെ യഖീനാണ്. യഖീൻ പറഞ്ഞാൽ എന്താ? ദൃഢത, ഉറപ്പ്. ആ ഉറപ്പ് കളയാൻ പല സംവിധാനങ്ങളും ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും അല്ലേ. നമ്മൾ ഇങ്ങനെ ജീവിക്കുന്ന നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എങ്ങനെങ്കിലും നമ്മളെ മനസ്സിൽ ഒരു വസ്വാസം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും സത്യനിഷേധികളായ ആളുകൾ നടത്തുന്നുണ്ട്. യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരൻ നമ്മളെ ഖുർആൻ ക്ലാസ്സിന് ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട്. ആഴ്ചയിലൊരു ദിവസം അയാളെ കാണലുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു പോയിന്റ് പറഞ്ഞുതരാറുണ്ട്. അയാൾ പറഞ്ഞെന്താ വെച്ചാൽ, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യുക്തിവാദത്തിലായ സമയത്ത് ഈ നാസ്തികത, ദൈവത്തിന്റെ ആസ്തിക്യം ഇല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു കോച്ചിങ്, ധാരാളം മുസ്ലിം ചെറുപ്പക്കാരടക്കം നാസ്തികതയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വെറുതെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മൾ പരമാവധി പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? മുസ്ലിങ്ങളുടെ ആത്മധൈര്യം ചോർന്നു പോകും. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഇതിങ്ങനെ കേൾക്കുമ്പോ തോന്നുന്നത് ശരിയാട്ട, കണ്ടമാന ആൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെ തോന്നുമ്പോ നമുക്ക് എന്താ ഇപ്പൊ ഇങ്ങനെയെന്ന് തോന്നൂലേ? അപ്പൊ ഇതാണ് ഓരോ തന്ത്രങ്ങളാണിത്, ഓരോ തന്ത്രങ്ങളാണ്. നമ്മള് പിന്നെ ചിലപ്പോ ഒരു സംഘടനക്ക് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ കുട്ടികളി, അയാളെ പെണ്ണുങ്ങളും കൂടി അയാൾ അംഗീകരിക്കണില്ല. പക്ഷെ അയാളെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളും പോസ്റ്റ് അങ്ങനെ ഒട്ടിച്ചു. ഇവരെന്നെ പരിപാടി. ആൾക്കാരെന്താ ഇവിടെ ഓനൊരു 10 മെമ്പർമാരെങ്കിലും ഉണ്ടാവുക കാരണം എല്ലാ പോസ്റ്റുമേലും മരത്തുമേലും ചുമരുമേലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാത്തുമേലും ഒട്ടിക്കും ചില ആൾക്കാർ. അപ്പൊ നോക്കൂ, അപ്പൊ അങ്ങനെ തോന്നൂലേ എന്നതുപോലെ ഇത് ഇവര് വെറുതെ പ്രചരിപ്പിക്കണം. ഞാൻ പറയുന്ന ദശ നമുക്കൊരു യഖീന് വേണം. ആ 4 കാര്യങ്ങൾ വേണമെന്നാണ്. അതാണ് ആ മഴയും ചെടിയും മുളച്ചു വരുന്നൊക്കെ പറഞ്ഞാല് അതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ ഇവിടെ അല്ലാഹു തആല പറയുന്നു, അപ്പൊ അതിനെ നമ്മൾ ഉറച്ചു വെക്കുക. അല്ലാഹ് പറയുന്നത് എന്താ? വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് മതമായിട്ട് ഇസ്ലാമിനെ എന്ത് ചെയ്തു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിൽ തന്നെ നിൽക്കണം. അല്ലാഹ് ഇഷ്ടപ്പെട്ട് അത് ഖുർആനിൽ വേറെ ഭാഗത്ത് പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അരികെ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാകും. നമ്മളെപ്പോഴും ചെല്ലുന്ന അതാദിലൊക്കെ ചെല്ലുന്ന ദിക്റുണ്ടല്ലോ, റദീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. ഇതാണല്ലോ പറയുന്നത്. റദീന ബില്ലാഹി റബ്ബ, റബ്ബായിട്ട് അള്ളാഹുവിനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പറയുന്നത്. മതമായിട്ട് ഇസ്ലാമിനെയും പിന്നെ നബിയായിട്ട് മുഹമ്മദ് നബിയെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മതമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതാണ്? അള്ളാഹ് നമുക്ക് തന്നത് അത് ഇസ്ലാമാണ്. ആരെന്ത് വന്നാലും നമ്മൾ അത് തന്നെ. അതുകൊണ്ട് നമുക്ക് വേറുള്ളവരോട് ഓലക്ക് അതായിട്ട് തന്നെ കാണും. വാപ്പാനെ നമ്മൾ വാപ്പായിട്ട് കാണും, വാപ്പാന്റെ അതേ പ്രായമുള്ള അയലോകക്കാരനെ ആ രൂപത്തിൽ കാണും. ഒരേപോലെ കാണാൻ കഴിയില്ലല്ലോ. നമ്മളെ പിതാവിനെ പിതാവായിട്ടല്ല കാണാൻ. അതിലാർക്കെല്ലാം ആക്ഷേപിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാ അതിന്റെ അർത്ഥം അപ്പുറത്തുള്ള ആളെ അവഗണിക്കണം എന്നല്ല. അപ്പുറത്തുള്ള ആളെ അതിന്റെ എല്ലാ പരിഗണനയും നമ്മൾ കൊടുക്കും. പ്രത്യേകിച്ച് വാപ്പാന്റെ ഒരു സുഹൃത്താണെങ്കിൽ പരിഗണനയൊക്കെ കൊടുക്കും. പക്ഷെ രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ.
രണ്ടാളോട് നമ്മൾ സ്വീകരിക്കുന്ന മാനസികാവസ്ഥ അത് സ്വാഭാവികമല്ലേ? എന്നതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരൊക്കെ കണക്കിലെടുക്കാനും അവരൊക്കെ ഉൾക്കൊള്ളാനും അതിനുള്ളൊരു വിശാലത ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പടയങ്കി ഒരു ജൂതന്റെ അടുത്ത് പണയം വെച്ചത്. ക്രയവിക്രയം നടത്താനും ഇടപാടുകൾ നടത്താനും മുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങളുമായി പറ്റും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇസ്ലാം വളരെ വിശാലമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമ്മളോട് ഇങ്ങോട്ട് ശത്രുതയില്ലാത്ത ആളുകൾക്ക് നന്മ ചെയ്യാൻ അൽ മുംതഹന സൂറത്തിൽ അള്ളാഹു തആല ആഹ്വാനം ചെയ്യുന്നുണ്ട്. അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ, അവരുടെ നല്ല രൂപത്തിൽ വർദ്ധിക്കാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അയലോകക്കാരെങ്കിലും പ്രത്യേകിച്ച് അവിടെ ജാതിയോ മതമൊന്നും നോക്കണ്ട, പരിഗണിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. കുടുംബാണെങ്കിലും അല്ലെങ്കിലും ആരാണെങ്കിലും. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പം. അല്ലാതെ ഇവര് മാത്രമേ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെ. അത് മതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ അങ്ങനെ അതുണ്ടാവും. അവനാൻ്റെതിനോടൊരു കൂടുതൽ താല്പര്യം അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. അത്ര തന്നെ നമ്മളെ കാര്യത്തിലുള്ളൂ. എന്നിട്ട് ഇനി അള്ളാഹു പറയാണ് ഫമനിൽ തുറ ഫീ മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൽ ഇസ്മ. ഇനി ഇതിന്റെ മേലെ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ട നമ്മൾ ചത്തത് പറ്റൂല എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ കുറെ അവിടെ എണ്ണി പറഞ്ഞു, ഏറ് കൊണ്ടതും അടി കിട്ടിയതും മേലെന്ന് വീണതും മൃഗങ്ങൾ കുത്തിക്കൊന്നതും ഇങ്ങനൊന്നും അതൊന്നും നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞല്ലോ. അവിടെ അള്ളാഹു തആല ഒരു ചെറിയൊരിത് നൽകുന്നുണ്ട്. അതായത് ഫമനിൽ തുറ ഫീ മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൽ ഇസ്മ എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ നമ്മൾ ചിലപ്പോ നമ്മൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് കുറ്റകരമല്ലാത്ത രൂപത്തിൽ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം അതിൽ പെടൂല എന്നാണ് പറയുന്നത്. അതിപ്പോ നമ്മള് ഭക്ഷണം ഒന്നും കിട്ടാതെ നമ്മൾ പ്രയാസത്തിലാണ്, വേറെ ഒരു മാർഗവുമില്ല. അപ്പൊ നമുക്ക് ചത്തതിനെന്ത് ചെയ്യാം? തിന്നാം, ആ ജീവൻ നിലനിർത്താം. അല്ലെങ്കിൽ നമ്മളെ കയ്യും കാലും കെട്ടിയിട്ട് ചത്തതിനെ കൊണ്ട് നമ്മളെ അല്ലെങ്കിൽ കത്തിമുനയിൽ നിർത്തി തോക്കിന്റെ കുഴലിൽ നെറ്റിമ വെച്ചിട്ട് തിന്നടാന്ന് പറഞ്ഞ് തീറ്റിക്കണം. അവിടെ എന്തല്ല, നമ്മളെടുത്ത് കുറ്റകരമായ അവസ്ഥയല്ല, നമ്മൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് അതിൽ പെടൂല. അങ്ങനത്തെ ചില ഘട്ടങ്ങൾ ഒഴികെയാണ്. കാരണം എന്താ? ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തീർച്ചയായിട്ടും അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും അതുപോലെ കാരുണ്യവാനുമാകുന്നു. അല്ലാഹ് കാരുണ്യവാനാണ്, അവന് പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ അത് ഓൻ കുറ്റക്കാരനല്ല. യസ്അലൂനക മാദാ ഉഹില്ല ലഹും. യസ്അലൂനക നബിയേ, അവർ താങ്കളോട് ചോദിക്കും, മാദാ ഉഹില്ല ലഹും, എന്താണ് അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞു ശവം, ഇത് കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞല്ലോ. ഹുർരിമത്ത് അലൈക്കുന്ന, ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നബിയെ ഇവർ ചോദിക്കുന്ന, പിന്നെ ഇനി എന്താണ് ഹലാൽ, എന്താണ് തിന്നാൻ പറ്റിയത് എന്ന് അവർ ചോദിക്കുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിന് മറുപടി പറയാൻ വേണ്ടി അല്ലാഹു തആല പറയാണ്. അതെന്താ? ഖുൽ, നബിയെ അങ്ങ് അവരോട് പറഞ്ഞോളൂ, വഹില്ല ലക്കുമുത് ത്വയ്യിബാത്, നല്ലത് തിന്നുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അത് വേറെ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. ആടും മാടും ഒട്ടകും അങ്ങനെയുള്ള കാര്യങ്ങൾ തിന്നാൻ പറ്റിയത് അത് നല്ലതാണെങ്കിൽ നിങ്ങൾ തിന്നോളി, യാതൊരു കുഴപ്പമില്ല, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. മാത്രല്ല പിന്നെ ഏത് നിങ്ങൾക്ക് പറ്റും. വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ പരിശീലനം കൊടുത്ത നായകൾ, ആ നായകൾ കൊണ്ടുവരുന്നതും പിന്നെ വേട്ടമൃഗങ്ങൾ എന്നാണ്. ഫകുലൂ മിമ്മാ അംസക്ന അലൈക്കും, ആ വേട്ടമൃഗങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്നതിനെയും നിങ്ങൾ എന്ത് ചെയ്തോളി, തിന്നോളി എന്നാണ്. ഈ നായ നമ്മൾ നനവോട് കൂടെ തൊട്ട 7 വട്ടം കഴുകണം എന്നൊക്കെ പറഞ്ഞാലും പരിശീലനം കൊടുത്ത നായകള് വേട്ടയാടി കൊണ്ടത് ഇസ്ലാം അനുവദിച്ചതാണ്. ഇന്നൊന്നും ഇപ്പം ഇഷ്ടമല്ല കേട്ടോ, നമുക്ക് വരുന്ന ഒരു മസാല അല്ല അത്.
നമുക്ക് എന്നൊരു മനസ്സിലാവും, നായനെയും കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ അത് പിടിച്ച് എന്നാണ് അതിന് നടക്കണം. അതൊരു സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു, അന്ന് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ലല്ലോ. ഇന്നിപ്പോൾ നമുക്ക് ആടും ബീഫും കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മളും മുണ്ട് മാറ്റി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അത് സാധനം അതിന് കുറേ ആൾക്കാർ മുണ്ട് മാറ്റിയോലുണ്ട്. പണ്ടങ്ങനെ അല്ലായിരുന്നു, നമ്മളെ ഇന്നത്തെ സിസ്റ്റം ഒന്നും അല്ലായിരുന്നു. എന്തായിരുന്നാലും ഈ പിന്നെ വേട്ടമൃഗങ്ങൾക്ക് അതാണ് അള്ളങ്ങൾക്ക് അറിയിച്ചു തന്നത്, നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു എന്നാണ്. ഈ നായകൾക്ക് അള്ളാഹു തആല വലിയ കൈ കൊടുത്തിട്ടുണ്ടേ. നായകളെ ശരിക്കണം പറഞ്ഞയച്ചാൽ അന്ന് അങ്ങനെ തന്നെയായിരുന്നു. ആടിനെയൊക്കെ പിടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാൽ ഈ പറഞ്ഞയക്കുന്ന ആള് പറയും അതിനെ മുറിയാക്കരുത്, ഒന്നും തിന്നരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെ കിതാബില് പറയുന്നത് കാണുമ്പോൾ എന്താന്നില്ലേന്ന് അറിയുന്നത് നമ്മള്. ഇന്നിപ്പോൾ നമുക്ക് സംശയം വരില്ല, കാരണം പോലീസ് നായ ഒരു സംഭവമുള്ളൂ അല്ലേ. പല കള്ളന്മാരും പോലീസ് വരുമ്പോൾ ചിലപ്പോൾ ഒരു മണ്ടൂല, പോലീസ് നായ വരുമ്പോൾ അവിടെ നിന്ന് മണ്ടും. കാരണം പോലീസ് നായ ഭരിക്കേണ്ട ഇപ്പോൾ UDF LDF നോക്കാതെ പിടിച്ചു. പിന്നെ അതാണ് മറ്റേ ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ചൊക്കെ നിൽക്കേണ്ടി വരും, ചിലത് ഉണ്ടാക്കേണ്ടില്ലേ വേണ്ടി വരും. എന്നാൽ നായ അങ്ങനെയല്ല, നായക്ക് പരിശീലനം കൊടുത്താലേ ഒരു വലിയൊരു സംഭവമാണ്. ഇപ്പോൾ പിന്നെ സിറിയയിൽ 2 വർഷം മുമ്പ് ഭൂകമ്പം ഉണ്ടായിട്ടേ വലിയൊരു ഭൂകമ്പം ഉണ്ടായല്ലോ. അന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും, അതായത് 40ഓളം രാഷ്ട്രങ്ങളിൽ നിന്നാണ് അന്ന് പിന്നെ രക്ഷാപ്രവർത്തനത്തിന് പോയത്. ഇന്ത്യയിൽ നിന്ന് നമ്മളെ പട്ടാളക്കാർ പോകുമ്പോൾ നായകളെയും കൊണ്ടുപോയി. അങ്ങനെ 12 നിലയുള്ള ഒരു കെട്ടിടം വീണിട്ട് അതിൻ്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് ബുദ്ധിയും കഴിവുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി ആളുണ്ടെങ്കിൽ തന്നെ ആള് മരിച്ചോ ഇല്ല എന്നറിയണം. മരിച്ചിട്ടില്ലെങ്കിൽ മാത്രം ആ സ്ലാബ് മാറ്റാൻ അത്രയും ദുഷ്കരാണ്. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് ആ സ്ലാബ് മാറ്റുമ്പോൾ അതിലാള് ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ മതി എന്നുള്ളതാണ് തീരുമാനിച്ചത്. അതിന് ജീവന്റെ തുടിപ്പുണ്ടോ ഇല്ല എന്ന് അറിയാൻ ഉപയോഗിച്ചത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി നായകളെ പലയിടത്തു നിന്ന് കൊടുന്നെങ്കിലും അതിൽ ഏറ്റവും മുന്നിൽ നിന്ന് നമ്മളെ രാജ്യം വലിയ അഭിമാനം നേടിയ കാര്യം പോലീസ് നായ. അത് അള്ളാഹു തആല അവർക്ക് കൊടുത്ത നായകൾക്ക് ഈ ഘ്രാണശക്തി കൂടുതലാണ്, പരുന്തുകൾക്ക് കാഴ്ചശക്തി കൂടുതലാണ്. നമുക്ക് ഒരു 3 കിലോമീറ്റർ ഇങ്ങനെ പോയാൽ അത്രയ്ക്ക് തിരിയുള്ളൂ, നല്ല മൂർച്ച ഉണ്ടെങ്കിൽ തന്നെ. പരുന്തുകൾക്ക് അങ്ങനെയല്ല, അള്ളാഹു തആല അവർക്ക് അങ്ങനെ കൊടുത്തു. നായക്ക് അങ്ങനെയാണ്. ഇപ്പൊ ഗോവിന്ദസ്വാമി പോയ വഴിക്ക് കൂടി പോകണ്ടില്ല ഞങ്ങള്, വളരെ കൃത്യമായിട്ടല്ലേ. ചിലത് അങ്ങനെയാണ്. പോലീസ് നായ മഞ്ചേരി പണ്ട് പിന്നെ ജ്വല്ലറിക്കാരനെ കൊന്ന എപ്പോഴും അറിയാം. പിന്നെ ജ്വല്ലറിക്കാരനെ കഴുത്തറുത്ത് കൊന്ന ആ കേസിൽ അന്ന് ആ കൊലയാളിയനവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിൻ്റെ ആദ്യം കൊല്ലപ്പെട്ട ആളുടെ മകനോട് സാരല്ല, ഓനെ സമാധാനിപ്പിക്കണ്ടവനാ കൊന്നോ, അയൽവാസിയാണേ, അറിയില്ലല്ലോ, ഓനങ്ങനെ ചെയ്യുന്ന ആർക്കും അറിയില്ലല്ലോ. പക്ഷെ എന്തിനാ അഭിനയം എന്നറിയാങ്ങളോ അല്ല. മാത്രമല്ല ആദ്യ ഘട്ടത്തിൽ പോലീസ് വന്നപ്പോൾ ഇവൻ പോലീസുകാരോട് കയർത്തിനോ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് എന്താ കണ്ട, അയലോകക്കാരൊക്കെ ഭയങ്കര രോഷാകുലരാണ്. പക്ഷെ പോലീസ് നായ വന്നപ്പോൾ അവിടെ നിന്ന് മാറി. അതാ പോലീസ് ശ്രദ്ധിച്ചത്, അങ്ങനെ അവനെ പിടിച്ചത്. അത് നമ്മൾ ശ്രദ്ധിക്കും പോലല്ല, പോലീസുകാരൊക്കെ നോക്കും. നമ്മൾ കരുതും പോലല്ല. നമ്മൾ ചിലപ്പോൾ പറയല്ലോ, ആ കുട്ടിയെ ഓനൊരു പോലീസ് കണ്ടുണ്ട് കേട്ടോ. എന്താ അർത്ഥം? ഇവന് അതുവരെ അവിടെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിനും സജീവമായ ആള് പോലീസ് നായ വന്നപ്പോൾ അവിടെ നിന്ന് ഊരി. അതിൽ തന്നെ മനസ്സിലാക്കുക, നമ്മൾ ചില കേസുകളൊക്കെ അങ്ങനെയുള്ളവർ തെളിയിക്കുക. പോലെ എല്ലാവരും മുഖഭാവവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്രാണ ആരെ മുഖത്താണ് ഒക്കെ നോക്കി മനസ്സിലാക്കും. അങ്ങനെ അവനെ പിടിച്ചു. അപ്പോൾ അവനറിയാം പോലീസ് നായ വരുമ്പോൾ അവിടെ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ സംഗതി പണി വാളുന്നു. അത് പണി വാളി. ഞാൻ ഇതിങ്ങനെ പറയേണ്ട അറിയോ, പണ്ട് കാലത്ത് ഇങ്ങനെ ഈ നായനെ വിട്ടിട്ട് നമുക്ക് ഈ തിന്നാൻ പറ്റുന്ന മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ അവിടെ നിയമങ്ങൾ എന്താ വെച്ചാലേ, ഈ കൊണ്ടുവരുമ്പോൾ ആ ജീവി നായ അതിന് തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റൂല. നായ തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് പറ്റൂല, അല്ലെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. അത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇനി വേറെ അതിനെപ്പറ്റി വരും. വേട്ടമൃഗം ആ ഉരുവിനെ ജീവനോടെ കൊണ്ടുവന്നാൽ, അതിൽ നിന്ന് പിന്നെ ഒന്നും തിന്നാതെ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറുത്ത് സാധാരണത്തെ പോലെ പിന്നെ ഇതാക്കാം. നേരെ മറിച്ച് പിന്നെ ഈ വേട്ടമൃഗം അതിനെ പിടികൂടുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ പിന്നെ അത് ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിന്നാം. പക്ഷെ എന്താ പറ്റും, ഇത് മൃഗം ഇന്ന് തിന്നരുത്, നായ ഇന്ന് തിന്നാൻ പാടില്ല, അങ്ങനെ നിബന്ധന ഉണ്ട്.
അങ്ങനെ ആദ്യകാലത്തുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ നമുക്ക് വരുന്ന മസാലല്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒന്നും വിട്ടുപോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് അർത്ഥം വെച്ചു എന്ന് മാത്രം. ഇനി നോക്കൂ, പിന്നെ നമുക്ക് വേണ്ട തന്നെ പറയുന്നത് വൽഖുറസ്മല്ലാഹി അലൈഹി, അതിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ നാമത്തെ ഉച്ചരിക്കണം മറക്കുമ്പോഴും മറ്റും. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ശരീഉൽ ഹിസാബ്, അള്ളാഹു ദ്രുതഗതിയിൽ വിചാരണ ചെയ്യുന്നവനാണ്. അത് എന്തിനാ അങ്ങനെ പറഞ്ഞാൽ, നമ്മൾ കണ്ടമാനം അനേകം കോടി ആളുകൾ അവിടെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ പാടെ വിചാരണ കഴിയാൻ സമയം കുറെ എടുക്കുമല്ലോ എന്ന് കരുതരുത്. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് വിശ്രമിക്കാം, കണ്ടമാനം ആൾക്കാരുണ്ട്, അത് പറ്റൂല, അത് നടക്കൂല. വിചാരണയൊക്കെ നീളും, പക്ഷെ ഓരോരുത്തർക്കും ആ സമയത്ത് അവരവരുടെ പ്രശ്നങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കും. അള്ളാഹ് അതിദ്രുതഗതിയിൽ വിചാരണ ചെയ്യുന്നവനാകുന്നു. ഇനി ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حرمت عليكم الميتة والدم ولحم الخنزير, നിങ്ങളുടെ മേലിൽ ശവം, രക്തം, പന്നിയുടെ മാംസം നിങ്ങളുടെ മേലിൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹുവിൻ്റെ നാമമല്ലാത്ത മറ്റു നാമങ്ങളെ കൊണ്ട് അറുക്കപ്പെട്ടതും നിങ്ങളുടെ മേലിൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വൽ മുൻഖനിഖതു, ശ്വാസം മുട്ടി ചത്തുപോയത് അത് നിങ്ങളുടെ മേലിൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വൽ മൗഖൂദ, തല്ലിക്കൊന്നതും. വൽ മുതറദ്ദിയ, വീഴ്ചയിൽ പരിക്ക് പറ്റി ജീവൻ നഷ്ടപ്പെട്ടതും. വന്നതീഹ, മറ്റു മൃഗങ്ങളുടെ കുത്തേറ്റും മറ്റും ജീവൻ നഷ്ടപ്പെട്ടതും. വമാ അക്കല സബ്ഉ, അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ തിന്നതും. ഇല്ലാ മാ ദക്കൈതും, നിങ്ങൾ അറുത്താലൊഴികെ, നിങ്ങൾ അറുത്തതിന് നിങ്ങൾക്ക് പറ്റും. വമാ ദുബിഹ അലൻ നുസുബ്, വിഗ്രഹങ്ങളുടെ പേരിൽ അറുത്തതും. വഅൻ തസ്തഖ്സിമൂ ബിൽ അസ്ലാം, അതുപോലെ തന്നെ പിന്നെ പ്രശ്നക്കോലുകൾ ഭാഗ്യം പരീക്ഷിക്കാൻ അതുകൊണ്ട് നോക്കിയതും. ദാലികും ഫിസ്ഖ്, അതൊക്കെ അധർമ്മങ്ങളാണ്, നമുക്ക് പാടില്ലാത്തതാണ്. അൽ യൗമ യഇസല്ലദീന കഫറൂ മിൻ ദീനികും, ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ അവർ നിരാശപ്പെട്ടവരാണ്. ഫലാ തഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ പേടിക്കരുത്. വഖ്ശൗനി, നിങ്ങൾ എന്നെ മാത്രം പേടിച്ചാൽ മതി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, മതമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫമനിൽ തുറ ഫീ മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൽ ഇസ്മ, കുറ്റകരമല്ലാത്ത രൂപത്തിൽ നിർബന്ധിപ്പിക്കപ്പെട്ടാൽ അതിന് കുറ്റമില്ല. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. യസ്അലൂനക മാദാ ഉഹില്ല ലഹും, എന്താണ് അവർക്ക് അനുവദിക്കപ്പെട്ടത് എന്ന് അവർ നബിയെ താങ്കളോട് ചോദിക്കും. ഖുൽ, അങ്ങ് അവരോട് പറയുക, ഉഹില്ല ലകുമുത് തയ്യിബാത്ത്, നല്ലതിൽ നിന്ന് കഴിക്കൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്, അതുപോലെ അള്ളാഹ് നിങ്ങൾക്ക് അറിയിച്ചു തന്നതിനനുസരിച്ച് നിങ്ങൾ പരിശീലനം കൊടുത്ത നായകൾ. ഫകുലൂ മിമ്മാ അംസക്ന അലൈക്കും, അത് നിങ്ങൾക്ക് പിടിച്ചു കൊണ്ടുവരുന്നതിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ. വദ്കുറുസ്മല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചോളൂ. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. ഇന്നല്ലാഹ ശരീഉൽ ഹിസാബ്, അല്ലാഹു തആല വിചാരണ ദ്രുതഗതിയിൽ നടത്തുന്നവനാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم حرمت عليكم الميتة والدم ولحم الخنزير وما أحل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب صدق الله العلي العظيم.